ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമേ പെന്തക്കോസ്തിൻ്റെ സുവിശേഷം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് റോബർട്ട് കുക്ക് എന്ന് പറയുന്ന കുക്ക് സായിപ്പാണ്. റോബർട്ട് കുക്ക് എന്ന് പറയുന്ന കുക്ക് സായിപ്പാണ് ആദ്യമായി വിദേശത്തു നിന്ന് വന്ന് പെന്തക്കോസ്തിൻ്റെ ഉപദേശം കേരളത്തിൽ പറഞ്ഞത്. കുക്ക് സായിപ്പിന് മലയാളം അറിയാൻ വയ്യ. കുക്ക് സായിപ്പ് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാൽ റോബർട്ട് കുക്ക് സായിപ്പ് എന്നങ്ങനെ വിളിച്ചു. റോബർട്ട് കുക്കിന് മലയാളം അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ, പെന്തക്കോസ്തിൻ്റെ സന്ദേശം തർജ്ജമ ചെയ്യാൻ കൊള്ളാവുന്ന ഒറ്റ പെന്തക്കോസ്തുകാരനെന്ന് കേരളത്തിലില്ല. നോട്ട് വൺ. അത്രയും വിദ്യാഭ്യാസമില്ല. കുക്ക് സാഹിബിന് അന്ന് കിട്ടിയത് ഒരു അക്രൈസ്തവനെയാണ്. അയാൾ പറഞ്ഞു, ഒരു പ്രസംഗത്തിന് ഇത്ര ഡോളർ വെച്ച്, ഇത്ര രൂപ വെച്ച് തന്നാൽ ഞാൻ തർജ്ജമ ചെയ്യാം. അങ്ങനെ ഒന്നാമത്തെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ വന്നു. യേശു ഏക രക്ഷകൻ എന്നൊരു കവലയ്ക്ക് നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ കാണുന്നു, നാണക്കേടാ, എൻ്റെ കൂട്ടുകാർ കാണുന്നു, ഞാൻ ക്രിസ്ത്യാനിയുടെ മതം പ്രസംഗിക്കുന്നത് എനിക്ക് യുക്തമാകത്തില്ല, എന്നെ കൊണ്ട് ഒക്കുകയില്ലെന്ന് പറഞ്ഞു. റോബർട്ട് കുക്ക് ആവുന്ന അന്വേഷിച്ചിട്ട് രണ്ടാമതൊരാളില്ല. അവസാനം ചോദിച്ചു, നിന്നെ എന്ത് ചെയ്താലും ഒക്കെ നിനക്ക് ഞാൻ കാശ് കൂടി തരാം. അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വയറ് നിറച്ച് കള്ളു വാങ്ങിച്ചതാ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലക്ക് നഷ്ടപ്പെടും. ലക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം. എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിൻ്റെ ദൈവത്തെ പ്രസംഗിക്കാൻ എനിക്കൊക്കത്തില്ല എന്ന് പറഞ്ഞു. കുക്ക് സാഹിബ് മനുഷ്യന് വയറ് നിറച്ച് കള്ളു വാങ്ങിച്ചു കൊടുത്തു. ചാരായം, പട്ടച്ചാരായം കുടിച്ചുകൊണ്ടാണ് അയാൾ തർജ്ജമ ചെയ്യാൻ കരുത്. ആട് കയറുന്ന നിന്നാ കേട്ടത്. കണ്ടിട്ടുള്ളവർ പറഞ്ഞതാ, കേട്ട് കേൾവിയല്ല. ഇയാൾ നിന്ന് ആടുക. ഇയാൾ താഴെ വീഴാതിരിക്കാൻ കുക്ക് സാഹിബിൻ്റെ ഇടത്തെ കൈ കൊണ്ട് അയാളുടെ ബെൽറ്റെ പിടിച്ചു, വലത്തെ കൈയിൽ ബൈബിളും പിടിച്ചു. അങ്ങനെ തർജ്ജമ കേരളത്തിൽ തുടങ്ങിയത്. എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് കുക്ക് സാഹിബ് പറയുമ്പോൾ ഇയാൾ പറയുന്നത് സാഹിബിൻ്റെ ദൈവം അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത്. അങ്ങനെ അയാൾ തർജ്ജമ ചെയ്തത്. ഇന്ന് ഒന്നാം കിട ട്രാൻസ്ലേറ്റേഴ്സ് പെന്തക്കോസ്തിലുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളർത്തുന്ന ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട് തമ്പുരാൻ കൊണ്ടുപോകുന്ന വഴികൾ കാണാം. ഒരുത്തന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം അന്വേഷിക്കേണ്ട ഗതികേട് കൃപയാൽ നമുക്കില്ല. നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങളുടെ ഈ കേഴ്സ് ബ്രേക്കിങ്ങിനോടുള്ള ബന്ധത്തിൽ പഠിക്കാം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്, കാര്യം തീർന്നു വരത്തില്ല. അടുത്തൊരു മണിക്കൂർ കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ശാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ത്? നമ്മൾ ഇതുവരെ അത് പറഞ്ഞില്ല. നമ്മൾ ഒറ്റ കാര്യം ഇതുവരെയും ചിന്തിച്ചത് ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്നാണ്. ആ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അത് ഒത്തിരിയും കൂടെ ഗൗരവത്തിൽ പോയേ പറ്റത്തുള്ളൂ. ദൈവത്തോടുള്ള പാപങ്ങൾ എന്തൊക്കെ, ശാപകാരണമായ പാപങ്ങൾ എന്തൊക്കെ? ഒന്ന്, ദൈവത്തോടുള്ള മറുതലിപ്പ്. ദൈവത്തോടുള്ള മറുതലിപ്പെന്ന് ഒന്ന് പറഞ്ഞതുകൊണ്ട് വിശദമാകത്തില്ല. വിശദമായിട്ട് ചിന്തിക്കാൻ വേണ്ടി ദൈവത്തോടുള്ള മറുതലിപ്പിനെ 4-5 വ്യത്യസ്ത ഭാഗങ്ങളായി ചിത്രീകരിക്കാം. ആരെങ്കിലും ഒരാൾ എൻ്റെ ജീവചരിത്രം എഴുതിയാൽ, ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയാൽ, ഒന്ന് എൻ്റെ കൊച്ചിലത്തെ ജീവിതം എഴുതും. ഇപ്പം എൻ്റെ പേരൻസിനെ കുറിച്ച് എഴുതും, മാതാപിതാക്കളെക്കുറിച്ച് എഴുതും. അതില്ലെങ്കിൽ എന്നെക്കുറിച്ചൊന്നും എഴുതാൻ ഒക്കില്ല. 2, എൻ്റെ ചെറിയ പ്രായം എടുക്കും. ഒന്ന് നേഴ്സറി പോയ കാലം, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പോയ കാലം. 2, എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ മണ്ഡലം എടുക്കും. അടുത്തത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ മണ്ഡലം എടുക്കും. അടുത്തത് എൻ്റെ ജോലി, ഔദ്യോഗിക മണ്ഡലം എടുക്കും. 6-ാമത്തെ അധ്യായമായി എൻ്റെ കുടുംബജീവിതം എടുക്കാം. 7-ാമത്തെ അധ്യായമായി എൻ്റെ സഭാജീവിതം എടുക്കാം. 8-ാമത്തെ അധ്യായമായി എൻ്റെ അന്ത്യകാലം, അന്ത്യസമയം, അന്ന് ആരെങ്കിലും എഴുതിയാൽ അതും കൂടി എഴുതാം. 6-7 ചാപ്റ്ററായി തിരിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ പല ചാപ്റ്ററുകളായി തിരിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോടുള്ള മറുതലിപ്പ് എന്നതിനെ പല ഭാഗങ്ങളായി തിരിക്കുക. 1, പിതാവായ ദൈവത്തോടുള്ള മറുതലിപ്പ്. പിതാവായ ദൈവം, പിതാവായ ദൈവത്തോട് മറുതലിക്കുന്നവരുണ്ടോ? ക്രിസ്തീയ മണ്ഡലത്തിൽ ഉണ്ടോ? ഉണ്ടേ. പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ വരിക. യേശുനാമക്കാരെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ നല്ല മനുഷ്യർ അതിനകത്തുണ്ട്, അതുകൊണ്ട് സ്തോത്രം. പക്ഷെ അവരോട് ചോദിച്ചാൽ പറയും, പിതാവായ ദൈവമായിരുന്നു പണ്ട് ഭരണാധികാരി. യേശു വന്ന ശേഷം പിതാവ് റിട്ടയർഡാണ്. അദ്ദേഹം ഇപ്പം അങ്ങനെ വലുതായിട്ട് കാര്യം ചെയ്യാറില്ല. എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന്. അവർ പറഞ്ഞു, വേണ്ട, കാര്യമില്ല, പിതാവിനെ അങ്ങ് വിട്ടേക്ക്, പുത്രൻ്റെ നാമം മാത്രം മതി, പരിശുദ്ധാത്മാവിനെയും കളഞ്ഞേക്ക്. പിതാവിനോടുള്ള മറുതലിപ്പ് ദൈവത്തോടുള്ള മറുതലിപ്പാണ്. 2, പുത്രനോടുള്ള മറുതലിപ്പ്.
പുത്രൻ തമ്പുരാനോടുള്ള മറുതലിപ്പ് ദൈവത്തോടുള്ള മറുതലിപ്പ്. യേശു നാമക്കാരോട് ചോദിച്ചാൽ അവർ പറയും, പുത്രൻ പിതാവിൻ്റെ സൃഷ്ടി മാത്രം, അതിൽ കൂടുതലൊന്നുമല്ല, അങ്ങേരെ ആരാധനയ്ക്ക് യോഗ്യനല്ല. ഐ എം സോറി, യഹോവ സാക്ഷികൾ, ഐ എം റിയലി സോറി. യഹോവ സാക്ഷികൾ അവർ എന്നെ കറക്റ്റ് ചെയ്യുന്നതിന് വലിയ നന്ദി. യഹോവ സാക്ഷികൾ പറയും യേശു ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്, അതുകൊണ്ട് യേശു ആരാധനയ്ക്ക് യോഗ്യനല്ല, പിതാവിനെ മാത്രം ആരാധിച്ചാൽ മതി. ഇവർ തമ്മിൽ എന്നും വഴക്കാം. എനിക്ക് പിതാവിനെയും വേണം, എനിക്ക് പുത്രനെയും വേണം. കാര്യം ഇതെല്ലാം ദൈവിക തത്വത്തിൽ ഭാഗമാണ്. 3, പരിശുദ്ധാത്മാവിനോടുള്ള നെഗ്ലക്ഷൻ, പരിശുദ്ധാത്മാവിനോടുള്ള വൈരാഗ്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ അംഗീകരിക്കാത്തവർ. ആത്മവിവശതയും മറ്റും നടക്കുമ്പോൾ എത്ര അഭക്തന്മാരാണ് അതിനെ എതിർത്തതെന്നറിയാമോ? എത്ര പേരാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഡയറക്റ്റ് എതിർക്കുന്നവർ. ശാപം വരാതെ വേറെ എന്തോ വരാനാ? ഒരു പാട്ടുകാരൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥന രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ പാട്ടുകളെ കേരളത്തിലെ അധപ്പതിച്ച ആത്മീയ അന്ധന്മാർ തിരുത്തി എഴുതി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ എന്നുള്ള വാചകം തിരുത്തി പരിശുദ്ധാത്മാവിൻ ശക്തി പകർന്നിടണേ എന്നാക്കി. കാര്യം പരിശുദ്ധാത്മാവ് പ്രാർത്ഥന അംഗീകരിക്കാൻ യോഗ്യനല്ല എന്നവർ പറഞ്ഞു. പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ഞാൻ പോകത്തില്ല, പാസ്റ്ററാണ് വലുതെന്ന് പറഞ്ഞ പാസ്റ്റർമാരുണ്ട്. എല്ലാവരും ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോടുള്ള മറുതലിപ്പാണ് ദൈവത്തോടുള്ള മറുതലിപ്പ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു ടേപ്പ് ഇട്ട് കേട്ടു. എവിടെയോ യാത്ര ചെയ്യുമ്പോൾ കാറിൽ ഒരു ടേപ്പ് ഇട്ട് കേൾക്കാൻ വേണ്ടി ഒരു ടേപ്പ് ഇട്ട് കേട്ടു. അന്ന് എൻ്റെ തന്നെ മനസ്സിൽ ഒരുപാട് വാലിഡായ ചിന്തകളുണ്ട്, ഒരുപാട് ധാരണ പിശകുകളുണ്ട്. അന്ന് കൃത്യം പോലെ എടുത്തിട്ട ഒന്നാമത്തെ ടേപ്പ് എൻ്റെ ഓർമ്മയിൽ 2-3 ടേപ്പ് ഇട്ടു. അതിൽ ഒരു ടേപ്പ് ബെന്നിഹിന്നിൻ്റെ ടേപ്പായിരുന്നു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ വെർബൽ ഫാഷൻ ഓഡിയോ ഫോമായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. അദ്ദേഹം ഒന്ന് തീർത്തു പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംസാരിക്കാതെ നിവൃത്തിയില്ല. അന്ന് ഒന്നാമത് കേട്ടത് പോൾ യോങ്കുച്ചവൻ്റെ ടേപ്പാണ്. കറക്റ്റ്, പോൾ യോങ്കുച്ചവൻ്റെ ടേപ്പാണ് ആദ്യം കേട്ടത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചർച്ചിൽ 6 മെമ്പേഴ്സേ ഉള്ളൂ, മെമ്പർഷിപ്പ് വർദ്ധിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദൈവം എന്നോട് ഇടപെട്ടേച്ചു പറഞ്ഞെടാ, നീയും നിൻ്റെ 2 സ്നേഹിതരും 3 പേര് ചേർന്ന് ഒരു വീട് വിസിറ്റ് ചെയ്യാൻ പോവുക. അവർ നിന്നോട് സംസാരിക്കത്തില്ല, ബാക്കി നിൻ്റെ കൂടെ വന്ന് 2 പേരോട് മാത്രമേ സംസാരിക്കത്തുള്ളെങ്കിൽ നീ ആ വീട്ടിൽ തുടർന്ന് പോമോ? യോഗച്ചോ ആലോചിച്ചു പറഞ്ഞു, പോകത്തില്ല. ഞങ്ങളും അങ്ങനെ, ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെയാണ് എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകുന്നത്. അവിടെ ഒരാളിനെ സ്തുതിക്കാതെ വന്നാൽ ഞങ്ങൾ 3 പേരും പോകത്തില്ല. നീ ഒരുത്തം മാത്രമേ പോകാതിരിക്കത്തുള്ളൂ. ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ ഒരാൾ പോയില്ല, ആരും പോകത്തില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു ആരാധനയ്ക്ക് ചെന്നാൽ ഞങ്ങളെ 3 പേരെയും സ്തുതിക്കുന്നിടത്തെ പോകാറുള്ളൂ. പരിശുദ്ധാത്മാവിനോടുള്ള നിന്ന ശാപകാരണമാണ്. പിതാവാം ദൈവത്തോട്, പുത്രനും തമ്പുരാനോട്, പരിശുദ്ധാത്മാവാം ദൈവത്തോട് ഉള്ള അവജ്ഞ ശാപകാരണമാണ്. 4, ദൈവത്തിൻ്റെ വചനത്തോടുള്ള മറുതലിപ്പ്. ശ്രദ്ധിച്ച് കേട്ടോണേ, ദൈവവചനം പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒരുപാട് പേര് മാനസാന്തരപ്പെട്ടതല്ല. അല്ലെങ്കിൽ ഇപ്പം എന്നാ ചെയ്യുന്ന ചോദ്യം. അതെ, ദൈവവചനത്തോടുള്ള മറുതലിപ്പ്. 2, ദൈവവചനം പറഞ്ഞു നിങ്ങൾ സ്നാനപ്പെടണം. അല്ലെങ്കിൽ ഇപ്പം എന്തോ ചെയ്യും? സ്നാനപ്പെടാത്തവരോടുണ്ടോ? ഇപ്രാവശ്യത്തെ കേസ് ബ്രേക്കിങ്ങിനെ തുടർന്ന് കർത്താവ് ഏറിയയുടെ ശാപം ഒന്ന് പൊട്ടിക്കട്ടെ. ഇവിടെ ഒരു കൂട്ട സ്നാനം നടന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നാനപ്പെടണം. 3, ദൈവവചനം പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അല്ലെങ്കിൽ ഇപ്പം എന്തോ ചെയ്യും? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. 4, ദൈവവചനം പറഞ്ഞു നിങ്ങൾ വേർപെടണം. വേർപാടിനെക്കുറിച്ച് ഒരല്പം കൂടെ ഗൗരവമായി ഒരു ക്ലാസ് എടുക്കണമെന്ന് എനിക്ക് ആശയുണ്ട്. ആവശ്യമുള്ളവർ മുഴുവനും, അതിനകത്ത് സ്ത്രീകൾ തലമൂടുന്നത്, പുരുഷന്മാർ തല മൂടരുത് എന്ന കൽപ്പന, ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത്, ശരീരത്തിൽ ചായം തേക്കുന്നത്, കിഴിച്ചു വെക്കുന്നത് എന്നിങ്ങനെയുള്ള ദൈവവചനപ്രകാരമുള്ള വേർപാടും അതിൻ്റെ ആധികാരികതയും ചിത്രീകരിക്കുന്ന ഒരു ക്ലാസ് ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് എടുക്കണമെന്ന് എനിക്ക് ആശയുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നേരെ വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് ദയവായി പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ പേരും വരുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. കാര്യം ഞാൻ പറഞ്ഞു തരാഞ്ഞതുകൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടെന്ന് വരല്ലേ. അതുകൊണ്ട് സ്വർഗീയ പ്രതിഫലത്തിന് വേണ്ടി പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പവർ പോയിൻ്റ് ഉപയോഗിക്കുന്നതായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അന്ന് ഉച്ചയ്ക്ക് വേറെ മീറ്റിംഗ് ഉള്ളത് ദയവായി കോൾ ഓഫ് ചെയ്ത് ഇതിനു വേണ്ടി അവസരം തരണം എന്ന് അപേക്ഷിക്കുന്നു.
ദൈവവചനത്തോടുള്ള മറുതലിപ്പ്. 5 ദൈവിക അധികാരങ്ങളോടുള്ള മറുതലിപ്പ്. എപ്പോഴും പറയുന്നതാണ്, ഭാര്യയുടെ മേൽ ഭർത്താവിന് ദൈവദത്തമായൊരു അധികാരമുണ്ട്. മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് ദൈവദത്തമായൊരു അധികാരമുണ്ട്. സഭാജനങ്ങളുടെ മേൽ സഭാ ശുശ്രൂഷകന് ദൈവദത്തമായൊരു അധികാരമുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കുട്ടികളുടെ മേൽ ദൈവദത്തമായൊരു അധികാരമുണ്ട്. ദൈവദത്തമായ അധികാരത്തോട് മറുതലിക്കുന്നവൻ ദൈവത്തോട് മറുതലിക്കുന്നവനാണ്. ദൈവത്തോടുള്ള മറുതലിപ്പാണ് ശാപത്തിൻ്റെ ഒന്നാം കാരണം. നമ്മിൽ ആരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കട്ടെ. ഒന്നുകൂടെ ഞാനത് പറഞ്ഞു പോകാം. പരിശുദ്ധാത്മാവിനോട് ഉള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 12:32 മുതൽ 35 വരെ, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. പരിശുദ്ധാത്മാവിന് വിരോധമായ ഒരു വാക്ക് പറഞ്ഞു പോയാൽ, മോനെ പറഞ്ഞതാണ്, നിന്റെ വിധി നീ വരുത്തി വെച്ചു, അത് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കയില്ല. അറിയായ്മയുടെ കാലമാണെങ്കിൽ ശിക്ഷ കുറഞ്ഞേക്കാം. എൻ്റെ യേശു പറഞ്ഞു ക്ഷമിക്കത്തില്ല. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ക്ഷമിക്കത്തില്ല. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് ആരോ ഒരുത്തൻ, ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിഞ്ഞിട്ട് കാര്യവുമില്ല, അങ്ങനെ എത്ര പേര് എവിടുന്നല്ല പരിശുദ്ധാത്മാവിന് വിരോധമായി സാധാരണഗതിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്യൂബിലൂടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിവുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് കേൾക്കാതെ എൻ്റെ ചെവി അടച്ചു കളയുവാൻ അതിനെല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട്. മത്തായി 12:32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണത്. എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. രക്ഷിക്കപ്പെട്ടു, എൻ്റെ പേര് മാറിയിട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറയുന്ന ചിലരുടെയൊക്കെ വാക്കുകൾ കേട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സത്യമായി ഇവൻ രക്ഷിക്കപ്പെട്ടതല്ല, ഇവനെ പഴയ ജാതിയാ. കാര്യം രക്ഷിക്കപ്പെട്ടവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ആത്മീയരെക്കുറിച്ചും അവൻ ഉപയോഗിക്കുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മെ വീണ്ടെടുപ്പിൻ നാളിനു വേണ്ടി മുദ്രയിട്ടത്. അതുകൊണ്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കേവലം എതിർത്ത് പറയരുതെന്ന് മാത്രമല്ല, ദുഃഖിപ്പിക്കരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അനന്യാസിനെയും സഫീറയെയും കുറിച്ച് കാണാം. അന്യാസും സഫീറയും നമ്മുടെ ഒറ്റ നോട്ടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരുടെ വസ്തു അവർ വിറ്റു, അവർക്ക് കൊടുക്കണമെന്ന് തോന്നിയത് അവർ കൊണ്ട് കൊടുത്തു. അതിനകത്ത് തെറ്റ് പറ്റിയത് ഇത്രയ്ക്കാണ് വസ്തു വിറ്റത് എന്ന് പറഞ്ഞതാണ്. ഒരു കള്ളം സാധാരണഗതിയിൽ പറഞ്ഞാൽ അതിനൊരു ചെറിയ ശിക്ഷയുണ്ട്, മരണശിക്ഷയല്ല. സാധാരണഗതിയിൽ ഒരാൾ ഒരു കള്ളം പറഞ്ഞാൽ അതിനൊരു ശിക്ഷയുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലാണ്. ചിലപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഈ ചർച്ചിൻ്റെ സ്റ്റേജിൽ നിന്നാണ് പറയുന്നത്, പുൾപിറ്റേ നിന്നാ. ചിലപ്പോൾ ഞാൻ പറയും ദൈവവചനം എൻ്റെ കൈവച്ചുകൊണ്ട്, ഇത് ലാപ്ടോപ്പാണ്, പക്ഷേ ഇതിനകത്ത് ബൈബിൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. സത്യം സത്യം സത്യം, വേറൊന്നും ഞാൻ ഇതിനകത്തൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് ലാപ്ടോപ്പ്, ഇതിനകത്ത് ഐപാഡിനകത്ത് ഞാൻ ബൈബിൾ മാത്രം സൂം ചെയ്ത് വായിക്കാൻ ഉപയോഗിക്കുന്നതാ. കണ്ണിൻ്റെ കാഴ്ച കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ബൈബിളിന് പകരം ഇന്നത് വെച്ചാൽ തെറ്റില്ല. ഞാൻ പറഞ്ഞാലും വേറെ ഒരു പ്രോഗ്രാമും ഞാൻ ഉപയോഗിക്കുന്നതിനകത്തില്ല. ഇതെൻ്റെ കൈ വെച്ചുകൊണ്ട് ദൈവവചനത്തിന് പകരമായി ഇതെടുത്തുകൊണ്ട് ഞാൻ ഒന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ വ്യാജം പറയല്ലേ. ഞാനങ്ങോട്ട് പോകുന്ന വഴിക്ക് പൈസ ഒന്നും ഇല്ല സഹോദര എന്ന് പറഞ്ഞാൽ പൈസ പോക്കറ്റിൽ കാണും, അതിനൊരു ശിക്ഷ കാണും, നരകത്തിൽ പോകത്തില്ല. പക്ഷെ പാസ്റ്ററുടെ മുമ്പിൽ വന്ന് പാസ്റ്ററെ സത്യമായി എൻ്റെ പൈസ ഒന്നുമില്ല, എനിക്ക് ചർച്ച് ഫണ്ടിൽ നിന്ന് ഒരു 2 രൂപ തരാമോ എന്ന് ചോദിച്ചാൽ, മോനെ ഒത്തടാ, ഒത്തു. ഒരിക്കലൊരു സ്ത്രീ ഒരു ഡോക്ടറെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് നെഞ്ചിന് വേദന. സിസ്റ്റർ മേരി ഗോവൂർ പറയുന്ന കഥയാണ്. എനിക്ക് നെഞ്ചിന് വേദനയാണ്, എനിക്ക് ചികിത്സ വേണം, പക്ഷെ ഒരു പൈസ എൻ്റെ കയ്യിലില്ല. ആ ഡോക്ടർക്ക് അയ്യോ ഭാവം തോന്നിയേച്ച് പറഞ്ഞു, പോയി ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് കണ്ടേച്ച് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിനല്ല ദോഷം, ഹൃദയ വിചാരത്തിനാണ്. നിങ്ങൾക്ക് പൈസ ഒട്ടുമില്ലല്ലോ, മാല കാണാം ഇതിനകത്ത്, നിങ്ങളുടെ കഴുത്തേ കിടക്കുന്ന മാല എക്സ്റേ തെളിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ. ഇത്രയും കള്ളം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു.
ദൈവസന്നിധിയിൽ കള്ളം പറയല്ലേ. ദൈവസന്നിധിയിൽ കള്ളം പറഞ്ഞാൽ അനന്യാസിന് പറ്റിയത് മറക്കണ്ട. അനന്യാസും സഫീറയ്ക്കും അവിടെയാണ് 2-3 രീതിയിൽ ഇതിനെ പറയാം. ഒന്ന്, ദൈവസന്നിധിയിൽ വ്യാജം പറഞ്ഞതാ. പറയല്ലേ. ദൈവത്തെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ സത്യം ചെയ്യരുത്. ചെയ്താൽ സത്യമായിരിക്കണം. ദൈവ മുമ്പിൽ കള്ളം പറയരുത്. എങ്ങും കള്ളം പറയരുത്. ദൈവ മുമ്പിൽ ഒരിക്കലും പറയരുത്. രണ്ടാമത്, പ്രീ പ്ലാൻഡാ. ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞൊത്തു പത്രോസിനെ കളിപ്പിക്കാൻ അവിടെ നിന്ന്. ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞൊത്തു. പ്രീ പ്ലാൻഡാ. ദൈവം മുമ്പിൽ അരുതേ. കാൽക്കുലേറ്റഡ് സിൻ, നേരത്തെ തീരുമാനിച്ചു വെച്ചതാ. അരുതേ. പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം പറയരുത്. ദൈവിക അധികാരങ്ങൾക്ക് എതിരെ, ദൈവവചനത്തിനെതിരെ ഒക്കെയുള്ള നിന്ദാഭാവം അത് ശാപം കൊണ്ടുവരുന്ന പാപമാണ്. ദൈവത്തോടുള്ള മറുതലിപ്പ്. രണ്ടാമത്തേത് ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത് ശാപം കൊണ്ടുവരുന്ന പാപമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം, ഇതൊക്കെ ഞാൻ എന്തിനാ ഇത്രയും തുറന്നു പറയുന്നത്? എനിക്കെല്ലാവരും എൻ്റെയാണ്, അതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എൻ്റെ അപ്പൻ എന്നോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു. ഞാൻ സ്നാനപ്പെട്ട കാരണത്താൽ വേറെ ഒരു കുറ്റവും ഇല്ല. യേശുവിനോട് ചേർന്നതിനെ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല എന്ന ഒരു കാരണം ഒഴിച്ചാൽ വേറെ ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ അപ്പൻ എന്നോട് ഭയങ്കര വിരോധമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു വാചകമാണ്, നീ ക്യാമറ വാങ്ങിക്കാൻ പാടില്ല. എൻ്റെ ഹോബി ഫോട്ടോഗ്രാഫി ആയിരുന്നു. ആ കാലങ്ങളിൽ എൻ്റെ ഹോബി ഫോട്ടോഗ്രാഫി ആയിരുന്നു. എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ വർക്ക് ഇഷ്ടമായിരുന്നു. ഇതൊക്കെ എൻ്റെ ഹോബി പെടുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു ഫോട്ടോഗ്രാഫി. എൻ്റെ ചേട്ടൻ എനിക്കൊരു ക്യാമറയും തന്നു. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞ ക്യാമറ ഉപയോഗിക്കരുത്. അത് പറയാനുള്ള ഒന്നാമത്തെ കാരണം, ഫിലിമിന് ഭയങ്കര കാശാണ്. ഇന്നത്തെ ഡിജിറ്റലാണ്, അന്ന് അങ്ങനല്ല. ഫിലിമിന് ഭയങ്കര കാശാണ്. അപ്പോൾ 5 രൂപ കിട്ടിയാൽ അത് ഞാൻ കൂലിവേല ചെയ്തുണ്ടാക്കുന്ന കാശാണ്. അത് ഫിലിമേ കൊണ്ട് കളയണ്ട എന്ന വാചകമാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ ഇഷ്ടമല്ല ഞാൻ ഉണ്ട് അങ്ങനെ പറഞ്ഞ്. ഞാൻ അന്ന് ക്യാമറ മാറ്റി വെച്ചു. ക്യാമറ ഉപയോഗിച്ചില്ല. വളർന്നു, വിവാഹം കഴിഞ്ഞു, മക്കളായി, ഞങ്ങളെല്ലാം കൂടെ നാട്ടിൽ ചെന്നു. എൻ്റെ അനിയൻ വന്നു, ചേട്ടൻ വന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾക്ക് മാത്രം ക്യാമറ ഇല്ല. ചേട്ടമ്മനുണ്ട്, പെങ്ങൾക്കുണ്ട്, അനിയന്മാർക്കുണ്ട്, എല്ലാവർക്കും ക്യാമറ ഉണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് മാത്രം ക്യാമറ ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് ക്യാമറ ഇല്ല. അപ്പോൾ എല്ലാവരും കൂടെ, അതന്നെടാ നിനക്ക് ജോലിയൊക്കെ ഉണ്ട്, നിനക്ക് ക്യാമറ ഇല്ല. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ കാരണത്താലാണ്, നോ സെക്കൻഡ് റീസൺ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് ഒരനുഗ്രഹം വേണ്ടവന്. ദൈവം എന്നെ ഒരു ചർച്ചിൽ കൊണ്ടാക്കിയെങ്കിൽ ഒത്തിരി കാരണങ്ങൾ കാണും. അതിലൊന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതാണ്. അങ്ങേയറ്റം ചെയ്തു വന്നു. എനിക്ക് 400 രൂപ ശമ്പളമുള്ളപ്പോൾ, എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ എൻ്റെ മുന്നേ ഇരിപ്പുണ്ട്. 400 രൂപ ശമ്പളമുള്ളപ്പോൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ 100 രൂപ അന്ന് ഞാൻ എൻ്റെ അപ്പനെ അയച്ചു കൊടുക്കുമായിരുന്നു. എന്നെ ചവിട്ടി ഇറക്കി വിട്ട, കുടിക്കാൻ വെള്ളം തരാതിരുന്ന എൻ്റെ അപ്പന് അന്ന് ഞാൻ 100 രൂപ അയച്ചു കൊടുക്കുമായിരുന്നു. 400-ൽ 100, 4-1. റീസൺ, മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഞാൻ അടുത്ത വിവാഹം മുതൽ വിവാഹത്തിന് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞാൽ നക്ഷത്രത്തിൽ നിന്ന് പൊട്ടി വീണ കഷണമൊന്നുമല്ല നിൻ്റെ കൂടെ വന്നത്. ഇവനെ വളർത്തിക്കൊണ്ട് വന്ന, ഇവളെ വളർത്തിക്കൊണ്ട് വന്ന ഒരപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. മറന്ന് ജീവിക്കരുത്. ഇത് നക്ഷത്രത്തിൽ നിന്ന് പൊട്ടി വീണതായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. മോനെ ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കണമെടാന്ന്. മോളെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണമെന്ന്. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത് ശാപകാരണമാണ്. 3, സാധുക്കളെ പീഡിപ്പിക്കുന്നത് ശാപകാരണമാണ്. യാക്കോബ് 5:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സാധുക്കളെ പീഡിപ്പിക്കുന്നത് ശാപകാരണമാണ്. 4, ആൻറ്റി സെമിസ്റ്റിസം, അബ്രഹാമിൻ്റെ സന്തതിയോടുള്ള മനഃപൂർവ്വ വിദ്വേഷം ശാപം കൊണ്ടുവരുന്നതാണ്. എത്രയോ രാജ്യങ്ങൾ ശപിക്കപ്പെട്ടു. അബ്രഹാമിൻ്റെ സന്തതിയോടുള്ള വിദ്വേഷങ്ങൾ, അവരോടുള്ള മനഃപൂർവ്വ വിരോധം ശാപം കൊണ്ടുവരുന്നതാണ്. 5, സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, ലൈംഗിക പാപങ്ങൾ ശാപം കൊണ്ടുവരുന്നതാണ്. വിവാഹത്തിന് ശേഷവും അതിനു മുമ്പുമുള്ള ലൈംഗിക പാപങ്ങൾ. ഒത്തിരി ആഴത്ത് ഞാൻ പോകത്തില്ല. എന്നാലും ചെറുപ്പക്കാർ നിറഞ്ഞിരിക്കുന്ന സദസ്സല്ലേ, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇത് ആര് പറയും? ഞാനെന്തിനാണ് നരകത്തിൽ പോകുന്നത്?
ന്യൂഡൽഹിയിൽ എൻ്റെ കൂടെ ഒരു ആത്മാർത്ഥ സ്നേഹിതനുണ്ടായിരുന്നു. പേര് ഈ പ്രത്യേക കാരണത്താൽ ഞാൻ പറയുന്നില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും ബഹുമാനിക്കുന്ന ഒരാളാണ്. നമ്പർ 1 പ്രോഫറ്റ്, നമ്പർ 1 പ്രീച്ചർ, നമ്പർ 1 ബൈബിൾ ടീച്ചർ. ഞാനൊക്കെ ഒരുപാട് കാര്യം അദ്ദേഹത്തിൻ്റെ നിന്നാണ് പഠിച്ചത്, ഒരുപാട് കാര്യങ്ങൾ. ഒരു സമയമായപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഞാൻ ഇന്ന് ചർച്ച് വരത്തില്ല കേട്ടോ. എന്തു പറ്റി? ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അദ്ദേഹം ഭയങ്കര ഒരു ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന് ഞാൻ മീറ്റിങ്ങിന് വരത്തില്ല. പിറ്റേ ദിവസം മീറ്റിങ്ങിൻ്റെ നേരെ ഇതേ കോള്, ഞാൻ വരത്തില്ല. 3-ാം ദിവസം അത്, 4-ാം ദിവസം അത്. 5-ാം ദിവസം ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാൾ കയറി മറുപടി പറഞ്ഞു, ഇനി വരുമ്പോൾ അറിയിച്ചാൽ മതി, അതുവരെ വരത്തില്ലെന്നറിയാം. ഇനി വരുമ്പോൾ അറിയിച്ചാൽ മതി, അതുവരെ വരത്തില്ലെന്നറിയാം. ഇയാളെ കാണാൻ കിട്ടാതായി. ഒരു ദിവസം എൻ്റെ അടുക്ക് വന്നേച്ച് പറഞ്ഞു, എൻ്റെ വിവാഹം നടക്കാൻ. ഞാൻ പറയും, ബ്രദർ ആലോചനയൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ബ്രദറെ അതുകൊണ്ടാണ് ഞാൻ പള്ളിയിലോട്ട് വരാതിരുന്നേ. എനിക്കൊരു ഗേൾ ഫ്രണ്ടുണ്ട്, അതും കൂടെ പോകില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പള്ളി വരാതിരുന്നതാ. കാര്യം ദൈവസന്നിധി നിരക്കുന്ന ചിലതുണ്ട്, നിരക്കാത്ത ചിലതുണ്ട്. ഇത് രണ്ടും കൂടെ പോകില്ലെന്നറിയാം, അതുകൊണ്ടാണ് വരാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിന് ശേഷം വിവാഹം കഴിഞ്ഞു, മടങ്ങി വന്നു. മടങ്ങിവരവിന് ശേഷം പഴയതുപോലെ ഇല്ലെങ്കിലും ഒത്തിരിയൊക്കെ ദൈവം പ്രയോജനപ്പെടുത്തി. അതിനോട് അങ്ങേര് പറഞ്ഞത്, അന്ന് ഞാൻ പള്ളിയിലും കൂടെ വന്നിരുന്നെങ്കിൽ തീർന്നേനെ. കാര്യം രണ്ടും കൂടെ പോകില്ലെന്നറിയാം. അതുകൊണ്ടാണ് സെക്ഷുവൽ ഇമ്മോറാലിറ്റി. ഒരുപക്ഷെ ലൈംഗികമായ ശരീരം കൊണ്ടല്ലായിരിക്കാം പാപം ചെയ്യുന്നത്, മനസ്സുകൊണ്ടായിരിക്കാം. ഈ കാരണത്താലാണ് ഒരുപാട് ലവ് മാരേജിന് ഞാൻ പോകാത്തത്. കാര്യം ഇതുവരെ എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ ചെയ്തെന്ന് ആർക്കറിയാം. ഞാൻ എന്തിനാ ഇവരുടെ കൂട്ടത്തിൽ നരകത്തിൽ പോകുന്നത്? സെക്ഷൽ ഇമ്മോറാലിറ്റി ശാപം കൊണ്ടുവരുന്ന അതിപ്രധാന ഘടകങ്ങളിലൊന്നാണ്. അതിനെ ഒരു രീതിയിലും താലോലിക്കരുത്. ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് അതുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷയ്ക്ക് ശാപം പൊട്ടട്ടെ. നമ്മുടെ ഈ ചർച്ചിലുണ്ടായിരുന്ന ഒരു മോന് മെഡിക്കൽ ഡോക്ടറായി. അവനോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ ഇവിടുത്തെ മെമ്പറാണ്. അവനെ സ്നാനപ്പെടുത്തിയത് എൻ്റെ ഓർമ്മ ഞാനാണ്. അവൻ മെഡിക്കൽ ഡോക്ടറായി. ഒരു ദിവസം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, പാസ്റ്ററങ്കിളിൻ്റെ അടുക്കൽ ഈ കർത്തൃമേശയ്ക്ക് വേണ്ടി വെള്ളസാരിയും ഒക്കെ തലയെ മൂടിക്കൊണ്ട് വരുന്ന ഈ സഹോദരിമാർക്കെല്ലാം കർത്തൃമേശ കൊടുക്കുന്നതിന് മുമ്പേ ഞങ്ങളോടും കൂടെ ഒന്ന് ചോദിക്കണം. ഫാമിലി പ്ലാനിങ്ങിന് വന്ന് അബോർഷൻ നടത്തിയേച്ച് വന്നിരിക്കുന്ന പാർട്ടി ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇവിടെ വന്ന് വെള്ളസാരി എടുത്ത് വാ പൊളിച്ച് കർത്തൃമേശം വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്കിൾ ഞങ്ങളോടുകൂടെ ഒന്ന് ചോദിക്കണം, ഞങ്ങൾ ഡോക്ടേഴ്സാ. വിവാഹത്തിന് ശേഷമോ വിവാഹത്തിന് മുമ്പോ ഉള്ള ലൈംഗിക പാപങ്ങൾ കടുത്ത ശാപം കൊണ്ടുവരും. ആ കാര്യം മറക്കരുത്. 6 കപടഭക്തി ശാപം കൊണ്ടുവരും. ഞാൻ എളുപ്പം പറഞ്ഞു പോവാം. കപടഭക്തി ശാപം കൊണ്ടുവരും. ഭക്തി ഉണ്ടെങ്കിൽ ഭക്തനായി, ഇല്ലെങ്കിൽ അല്ല. ഇത് രണ്ടുമല്ലാതെ കപടഭക്തി കാണിക്കരുത്, അത് ശാപമാണ്. 7 മോഷണം ശാപമാണ്. പ്രത്യേകിച്ചും ദൈവത്തിനുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നത് മഹാശാപമാണ്. മോഷണം ശാപകാരണമാണ്. 8 മത്സരബുദ്ധി ശാപകാരണമാണ്. നമ്മൾ വായിച്ച ആവർത്തന പുസ്തകത്തിൽ നിന്നായി പറയുന്നത് മിക്കവാറും മത്സരബുദ്ധി ശാപകാരണമാണ്. ചില പിള്ളേരുണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യും, അല്ലേ ചെയ്യത്തില്ലായിരുന്നു. ഞങ്ങളുടെ പള്ളി ഞാൻ പോത്തില്ല, കാര്യം അയാൾ പറഞ്ഞ് നേരത്തെ വരണമെന്ന് ഞാൻ പോത്തില്ല. മത്സരബുദ്ധി. 9 കുത്തുന്ന വാക്കുകൾ. നമ്മൾ പറയുന്ന വാചകങ്ങളെല്ലാം നല്ലതാ, പക്ഷെ ഒരു പരിധിക്കപ്പുറത്ത് ഷാർപ്പാകരുത്. കുത്തുന്ന വാക്കുകൾ ശാപം കൊണ്ടുവരും. പ്രൊവേബ്സ് 12:18 പറഞ്ഞു, വാളുപോലെ കുത്തുന്ന വാക്കുകളുണ്ട്. യേശുവിന് കുത്തുന്ന വാക്കുകൾ പറയണമെന്ന് തോന്നിയപ്പോൾ യേശു ഉപമകൾ പറഞ്ഞ് നിർത്തി. യേശുവിനോട് ശിഷ്യന്മാർ എന്ന് ചോദിച്ചു, എന്തിനാ ഉപമ പറയുന്നത്? ഉടനെ പറഞ്ഞു, അവന്മാർക്കിത് മനസ്സിലാകരുത്. അവർക്കിത് മനസ്സിലായാൽ അവർക്കൊരു മനപ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് അത്രയും മനപ്രയാസം വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളോട് പറയുക, ഉപമ പറഞ്ഞാൽ അത്രയും മനസ്സിലാകത്തില്ല. കുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അതിൻ്റെ അർത്ഥം സത്യം പറയരുതെന്നല്ല, പറയണം. 10 തെറ്റായ ശപഥങ്ങളും നേർച്ചകളും ശാപം കൊണ്ടുവരും. തെറ്റായ ശപഥങ്ങളും നേർച്ചകളും ശാപം കൊണ്ടുവരും.
എനിക്ക് താല്പര്യമുണ്ട് ഒരു ശമ്പളത്തിലൊരു പ്രൊമോഷൻ വേണമെന്ന്. ഞാനൊരു തീരുമാനം ദൈവസന്നിധിയിലങ്ങ് എടുത്ത് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നവരെ ഷേവ് ചെയ്യത്തില്ല. പറ, എൻ്റെ ശമ്പളം വർദ്ധിക്കുന്നവരെ പല്ല് തേക്കുകയില്ല. നാട്ടുകാർക്ക് നാറിയിട്ട് നടക്കാൻ വയ്യെന്നല്ലേ ഉള്ളൂ, വേറെ എന്താ? ശപഥങ്ങൾ, നേർച്ചകൾ ശാപം കൊണ്ടുവരും. മാന്ത്രികന്മാരുമായുള്ള ബന്ധം ശാപം കൊണ്ടുവരും. മാന്ത്രിക കർമ്മങ്ങൾ എത്രയോ പേർ ഇന്നും പല കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, കാര്യം ശുശ്രൂഷ ഇല്ലാത്തവൻ്റെ അടുക്കൽ ഇതൊന്നും ആരും പറയത്തില്ല. എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട് ശുശ്രൂഷകന്മാർ, അവർ ശുശ്രൂഷ ഉള്ളവരാ, അവരുടെ അടുക്ക വന്ന് പറയും, എൻ്റെ അടുക്ക വന്ന് പറയും. ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞ തലമുറയിൽ എൻ്റെ വല്യമ്മ, എൻ്റെ അമ്മായിയമ്മയുടെ അമ്മ, എൻ്റെ അമ്മായിയപ്പൻ്റെ അപ്പൻ മാന്ത്രികന്മാരുമായി ബന്ധമുള്ള ആളായിരുന്നു. ഞങ്ങൾ നശിച്ച് കിടക്കുക. ഒന്ന് പൊട്ടിച്ചെടുക്കാമോ പാസ്റ്ററെ? മോനെ, ഒക്കും. തലമുറയായി മാന്ത്രികന്മാരുമായുള്ള ബന്ധം ശാപം കൊണ്ടുവരും. 12 സാത്താൻ്റെ സേവകന്മാർ ശാപം കൊണ്ടുവരും. വെളിയിലൊന്നും പോയി ഇതിന് എക്സാമ്പിൾ അന്വേഷിക്കേണ്ട. ദൈവത്തിൻ്റെ മഹാകരുണയാൽ സകലതും എൻ്റെ കൺമുൻപിൽ തമ്പുരാൻ കൊണ്ടെത്തന്നു. 79 വയസ്സ് വരെ ജീവിക്കാൻ ആയുസ് തന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം ഇതിനകത്ത് കാണിച്ചു. സാത്താൻ്റെ സേവകന്മാരുമായുള്ള ബന്ധം ശാപം കൊണ്ടുവരും. 13 സോളിഷ് പ്രയർ ശാപം കൊണ്ടുവരും. ആത്മാവിൽ നിന്ന് വരുന്നതല്ല, എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അനുസരിച്ച് അങ്ങ് പ്രാർത്ഥിച്ചേക്കുക. ആത്മാവിൽ നിന്ന് വരുന്നതല്ല സോളിഷ് പ്രയർ, അത് ശാപം കൊണ്ടുവരും. ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ ആരായിരുന്നു? ദുബായിൽ നിന്ന് വന്ന ഒരു ബ്രദറാ. ഓക്കെ, പേര് വിട്ടുപോയി. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. പാസ്റ്ററെ, നമുക്കിഷ്ടമില്ലാത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പാസ്റ്ററെ കണ്ട് പ്രസംഗിച്ചെന്ന് കേട്ട് നേരാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം കേൾക്കുക, അവനെ ഇതുവരെയും കേട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പാസ്റ്റർ പ്രസംഗിച്ചതായി യൂട്യൂബിൽ നിന്ന് ഒരാൾ കേട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കേട്ടില്ല, ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഒരാളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സുകൊണ്ട് തൃപ്തിയില്ലാതെ സാഹചര്യത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് കള്ളപ്രാർത്ഥനയാ, സോളിഷ് പ്രയർ. അതിന് ശിക്ഷ ഉണ്ടെന്നാ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുക്ക് വന്നെന്നിരിക്കട്ടെ, എൻ്റെ കാലു വാരിയേച്ച് വന്ന പുള്ളിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ സാധാരണഗതിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയാറില്ല. ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കും. ഞാനൊരാളിനെ സത്യമായി അനുഗ്രഹിക്കാൻ മനസ്സിൽ തൃപ്തിയില്ലാതെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കത്തില്ല. എന്നാൽ ഇത് ശരിക്കും പഠിച്ചതെന്നറിയാമോ? അതും കൂടെ കേട്ടു, അപ്പം മനസ്സിലാവും. ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ ഒരിക്കലൊരു ഒരു ഉണർവ് നടക്കുക. ആ ഉണർവിൻ്റെ നടുവിൽ കിട്ടുന്ന രോഗികൾക്കെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പോവുക. ഇന്ന് ഹെവി കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ വന്നു. സോറിയാസിസ് ഉള്ള ഒരു കുഞ്ഞാ. ഒരു പാപവും ഏറ്റുപറഞ്ഞില്ല, ഒരു കാര്യത്തിലും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചില്ല. ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിലോട്ട് കൈവച്ച് ഒരു 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞാ, ആളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞ്. ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിലോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിലെ ബ്രേക്ക് ദ കഴ്സ്, ഈ സോറിയാസിസ് വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ശാസിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നപ്പോൾ മുതൽ, ഇതൊരു ദിവസം വൈകിട്ടാ, വീട്ടിൽ വന്നപ്പോൾ മുതൽ ശരീരം ചൊറിയാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ആഹാരം കഴിച്ചു. എനിക്ക് അടുത്ത മീറ്റിംഗ് ന്യൂയോർക്കിലാണ്. പിറ്റേ ദിവസം രാവിലെ ആഹാരം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞേച്ച് ഹോബി എയർപോർട്ടിലാണെന്ന് തോന്നുന്നു വന്ന് ഞാൻ ന്യൂയോർക്കിന് ഫ്ലൈറ്റ് കയറി. എന്നെ പിക്ക് ചെയ്യാൻ വന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരുന്നത് മുതൽ എൻ്റെ ശരീരം ചൊറിഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എന്തോ ഗൗരവമായ പ്രശ്നമാണ്. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. പാസ്റ്ററിനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആരായിരുന്നു പാസ്റ്ററുടെ പേര്? ഞാൻ മറന്നുപോയി. പാസ്റ്റർ കെ വി മാത്യുവിൻ്റെ ഒരു റിലേറ്റീവാണ്. ഓർക്കുന്നുണ്ടോ? എനിവേ, പേര് ഇപ്പം വിട്ടുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി. ഒരു നല്ല ദൈവദാസനാണ്. എന്നെ പിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിലാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. ഞാൻ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 9 മണിയായി. 10:30, 11 എനിക്ക് സ്റ്റേജിൽ കയറേണ്ടതാണ്. വന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യ, നീറുന്നു, ശരീരമെല്ലാം ചൊറിഞ്ഞ്. എൻ്റെ കോട്ട് ഊരിയതോടുകൂടെ, ഓവർകോട്ടൊക്കെ ഉണ്ട്,
കോട്ട് ഊരിയതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ചർച്ചിലോട്ട് പോകാൻ ഒക്കത്തില്ല, നേരെ വീട്ടിലോട്ട് പോകാം. പാസ്റ്ററെ, പുറം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടിയിരിക്കുക. വീട്ടിൽ ചെന്ന് കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നേരെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്താൽ മതി, ഹെവി അലർജിയാണ് ഏതാണ്ടിൻ്റെ, ചത്തുപോവും, നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്ററെ, അബദ്ധം പറ്റിയത് ഇവിടെയാണ്. മാതാപിതാക്കൾ ദൈവത്തോട് കുറ്റമേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാതെ ഞാനൊരു ധൈര്യത്തിൻ്റെ പുറത്ത് കയറി അങ്ങ് ശാസിച്ചതാണ്. അത് തിരിഞ്ഞടിച്ചതാണ്. പലതും തിരിഞ്ഞടിക്കും. കാര്യം സോഴ്സ് ക്രമീകരിക്കപ്പെടാതെ അരുതാത്തതിന് കയറി പ്രാർത്ഥിച്ചാൽ തിരിഞ്ഞടിക്കും. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ഇത് തിരിഞ്ഞടിച്ചതാണ്. പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഒരു 2 തുള്ളി എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച് എനിക്കിതാ, ഞാനത് വെള്ളത്തിലൊഴിച്ച് ഒന്ന് കുളിക്കട്ടെ. അദ്ദേഹം എനിക്ക് പ്രാർത്ഥിച്ച് എണ്ണ തന്നു. കുറച്ച് എണ്ണ, എനിക്ക് വന്ന മേ ബി ഒരു 2 ഔൺസ് എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു, വെള്ളത്തിലോട്ട് ഒഴിച്ചു. ആ വെള്ളത്തിനകത്തും അദ്ദേഹം കൈയിട്ട് പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. കുളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചൊറിച്ചിലും പോയി. കാര്യം ദൈവം എനിക്കൊരു വിടുതൽ തന്നതാ. സോഴ്സിൽ പൊട്ടേണ്ടടുത്ത് പൊട്ടാതെ, സോഴ്സിൽ ഏറ്റുപറയേണ്ടത് ഏറ്റുപറയാതെ ശാപം പൊട്ടിച്ചാൽ പൊട്ടത്തില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? അത് വേറൊരു ടെക്നിക്കാണ് ഞാൻ ചെയ്യുന്നത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ വീടിന് സമാധാനം പറ. ആ വീട്ടിലൊരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിലോട്ട് പോകും, ഇല്ലെങ്കിൽ സമാധാനം നിങ്ങളുടെ തിരിച്ചു വരും. ഞാനിവിടെ നിന്ന് പൊതുവിൽ വിളിച്ചു വരും, യേശുവിൻ്റെ നാമത്തിൽ ശാപങ്ങൾ പൊട്ടട്ടെ. അർഹിക്കുന്നവരുടെ മേൽ അത് ചെല്ലും, ഇല്ലെങ്കിൽ എൻ്റെ മേൽ തന്നെ തിരിച്ചു വരും, എൻ്റെ മേൽ ദോഷം വരത്തില്ല. അനേക ദൈവദാസന്മാർ പല പ്രാവശ്യം രക്തത്തിൽ ആശ്രയിച്ചും ക്രൂശിൻ്റെ രക്തത്തിൽ എന്നെ മറച്ചും തന്ന ശേഷം മാത്രമേ കേഴ്സസിന് പ്രാർത്ഥിക്കാനുള്ളൂ. കൃപയാൽ അതിന് ഏതാണ്ടൊരു കൃപാവരം കർത്താവ് തന്നതുകൊണ്ട് അത്രയും ഗതികേടില്ലാതെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പൊട്ടാറുമുണ്ട്. ഓക്കെ, സോളിഷ് പ്രയർ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ്റെ 14, യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 5:16-17 മരണത്തിനുള്ള പാപങ്ങളുണ്ട്, അത് ശാപം കൊണ്ടുവരും. അതിൽ ഒന്നാമത്തേത് ക്ഷമിക്കാത്ത പാപമാണ്, ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ. റോമാലേഖനം 1-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. ഒരുപാട് ദുർഗുണങ്ങൾ അങ്ങോട്ട് പറഞ്ഞേച്ച്, ഇതൊന്നും ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളല്ല, എളുപ്പം ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളല്ല. ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവിക ന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ, മരണത്തിനുള്ള പാപങ്ങൾ. റോമാലേഖനം നമ്മൾ ആദ്യം അത് കണ്ടത് 1 യോഹന്നാനിൽ നിന്നാണ്. 1 യോഹന്നാൻ 5:16-17 വാക്യങ്ങൾ മരണത്തിനുള്ള പാപങ്ങളുണ്ട്. അത് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളാണ്, മരണത്തിനുള്ള പാപങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് റോമാലേഖനത്തിൽ നിന്ന് വായിച്ചു. ഒരു സീരീസ് ഓഫ് ദം 28 മുതൽ 30 വരെ. അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗൗരിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഞാൻ മുമ്പേ ഒരു വാചകം പറഞ്ഞത് ഓർമ്മയുണ്ടോ? സ്നാനപ്പെടുമ്പോൾ ഈ പൗലോസ പറഞ്ഞതൊന്നും വേണ്ട. സ്നാനപ്പെടുന്ന സമയത്ത് ഈ പൗലോസ പറഞ്ഞതൊന്നും വേണ്ട, 4 കാര്യം മാത്രം സൂക്ഷിച്ചാൽ മതിയെന്ന്. മോനെ, നീ ആത്മാവിൽ വളരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളാകും. ഇന്ന് പകൽ ആത്മാവിൽ വളരുന്നവർക്കായി സ്തോത്രം.
ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ പ്രവൃത്തികളോട് നമുക്ക് യാത്ര പറയാം. എനിക്കിത് വേണ്ടെന്ന് പുതുദോഷം സങ്കല്പിക്കുന്നവർ ശരിയാകില്ല. അവൻ പറഞ്ഞതിന് ഇങ്ങനെ വളഞ്ഞ വേറൊരർത്ഥം ഇന്നിടത്തൂടില്ലേ? എടാ, ഔവ്വയെ കൊണ്ടുപോയ ശക്തിയായത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണോ? വേറെ അർത്ഥമില്ലേ? അവൻ പ്രസംഗിച്ച ആ പ്രസംഗത്തിനകത്ത് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചുകൂടെ? എടോ, നരകത്തിപ്പാനുള്ള താൻ ഒറ്റയ്ക്ക് പോടോ, ഞങ്ങളുടെ ആളുകളെ കൊണ്ടുപോകാതെ. ബി, അയോഗ്യമായി തിരുമേശയിൽ പങ്കെടുക്കുന്നത് മരണകരമായ ശാപമാണ്, പാപമാണ്. 1 പത്രോസ് 1-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ളവരെ മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പ്രതിർപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അതൊന്നും ക്ഷമിക്കപ്പെടുന്നതല്ല. നിങ്ങളുടെ കൽപ്പന ലംഘനം, ചിലർ ദൈവകൽപ്പനകൾ ലംഘിക്കും. പിന്നെ അങ്ങ് ഏറ്റുപറഞ്ഞാൽ പോരായോ? ഏറ്റുപറഞ്ഞാൽ മതി. പക്ഷേ കൽപ്പന ലംഘനവും പിന്മാറ്റവും ദൈവിക കാവലിൽ നിന്ന് നമ്മെ പുറത്താക്കും. നരകത്തിൽ പോകത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ കാവൽ നമുക്ക് നഷ്ടപ്പെടും. കൽപ്പന ലംഘനവും പിന്മാറ്റവും ദൈവിക കാവലിൽ നിന്ന് നമ്മെ പുറത്താക്കും. ദൈവിക വേലി പൊളിഞ്ഞു പോവും. ദൈവിക വേലി പൊളിഞ്ഞു പോവും. എബ്രായ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകരതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഞാൻ എടുത്തിരുന്നതല്ല. ഹോൾ 2-3 പേജ് ഞാൻ ഇപ്രാവശ്യം പുതുതായി ആഡ് ചെയ്തു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 36 വരെയുള്ള വാക്യത്തിൽ മുഴുവൻ വായിക്കത്തില്ല. 26-ാം വാക്യം, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള കോപാഗ്നിയുമേ ബാക്കിയുള്ളൂ. ആവർത്തനം 29-17 മുതൽ 19 വരെ ഹൃദയത്തിൻ്റെ താല്പര്യപ്രകാരം ഒക്കെയും നടന്ന് എങ്കിലും ഈ ശാപം എനിക്ക് ബാധകമല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവനോട് ദൈവം ക്ഷമിക്കയില്ല. ഈ വാക്യങ്ങൾക്കായി സ്തോത്രം. ശാപങ്ങൾ പൂർണ്ണമാകാം, ശാപങ്ങൾ ഭാഗികമാകാം. പാപത്തിൻ്റെ പരിഹാരം യേശുവിൻ്റെ കാൽവറിയാണ്. എനിക്ക് നിർത്താം, നേരമായി, പ്രാർത്ഥിക്കാറായി. അതുകൊണ്ട് ഞാൻ ചിലതുകൂടെ എടുത്ത് എളുപ്പം അങ്ങ് പ്രാർത്ഥിക്കാൻ പോവാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിനാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് പകരം ശാപമായി. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം പാപം ആക്കി തീർത്തു. കൊലോസ്യ ലേഖനം 2:14-15 വാക്യങ്ങളിൽ പിശാചിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പാതാള ഗോപുരങ്ങൾ എൻ്റെ സഭയെ ജയിക്കയില്ല, കെട്ടുവാനും അഴിക്കുവാനും ഞാൻ എൻ്റെ ദാസന്മാരെ ശക്തീകരിക്കും എന്ന ആശയം കാണാം. വാക്കതല്ല, ആശയം കാണാം. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്ത് അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നാദ്യം ഒന്ന് പറയാൻ പോവാൻ. അത് പറഞ്ഞേ ചെയ്യത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടത് 12-ാമത്തെ വയസ്സിലാണ്. ഏതാണ്ട് 60 ശിഷ്ടം വർഷം, ഇന്ന് 79 എന്ന് പറയുമ്പോൾ 78 കഴിഞ്ഞു, 79 നടക്കുക. 12-ാം വയസ്സിൽ നടക്കുമ്പോഴാണ് സ്നാനപ്പെട്ടെ. അങ്ങനെയാണെങ്കിൽ 79-ാമത്തെ വയസ്സിൽ നടക്കുമ്പോൾ കഴിഞ്ഞ 60-ലധികം വർഷങ്ങൾ
67 വർഷം കർത്താവിനെ നടത്തി. പോയിടത്തെല്ലാം കാണേണ്ടത് കാണിച്ചാണ് വളർത്തിയത്. പലരും കാണിക്കാഞ്ഞത് എന്നെ കാണിച്ചു. കാര്യം ദൈവത്തിന് ഭൂലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ്ത് സഭ എൻ്റെ ലയിപ്പിക്കാൻ താല്പര്യം തോന്നി. ഞാൻ എന്നുള്ള ആശയമല്ല, ദൈവത്തിന് ഒരുത്തനെ ഏൽപ്പിക്കാൻ താല്പര്യം തോന്നി. എന്നേക്കാൾ വൻ സഭകൾ സൃഷ്ടിച്ചെടുക്കുവാൻ ആളുകൂട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആളുകൂട്ടാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സർക്കസ് നടത്തിയാൽ മതി. ആളുകൂട്ടാൻ സർക്കസ് നടത്തിയാൽ മതി. ഒരു സഭ കൊണ്ടുപോകുന്നത് വേറെയാ. അതിൻ്റെ ആത്മീക നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ഇന്ത്യയിൽ ഒരു സഭ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഗവൺമെൻറ് നിയമങ്ങളും പാലിക്കണം. അത് കൊണ്ടുപോകുവാൻ ദൈവം അടിയനെ ഏൽപ്പിച്ചെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ പലത് കാണിച്ച് പല പടികൾ കിളത്തി പണിതുകൊണ്ടാണായത്. ഈ ചർച്ചിനകത്തിരിക്കുന്ന എൻ്റെ 2ാം തലമുറയോട് ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങൾക്കൊരു മാതൃക കൈമാറി വെച്ച് പോകുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. മത്തായിയുടെ സുവിശേഷം 16:19 യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാ, ക്രിസ്തുവിനോടുകൂടെ പണിയാൻ പോകുകയാ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കെട്ടണം, നിങ്ങൾ പണിയണം, നിങ്ങൾ അഴിക്കണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ ഇരിക്കുന്ന സമയം നെഞ്ചിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഉദ്ദേശം ഒരു 5 ഇഞ്ചോളം നീളത്തിൽ നേരെ നടുക്കൂടെ നെഞ്ചിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഒരു 5 ഇഞ്ചോളം നീളത്തിൽ ഒരു വര വരച്ചതുപോലെ കൂടെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. അതൊരാഭിചാരത്തിൻ്റെ ബാക്കിയാകയാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ അഴിക്കുന്നു. ആള് ചെയ്ത യാതൊരു തകരാറുമല്ല, അതൊരാഭിചാരത്തിൻ്റെ ശേഷമാണ്. ഭൂമിയിൽ നിന്ന് ഒടുക്കിക്കളയേണ്ടതിന്, ആ സ്ഥാനം വേറൊരാൾ പിടിക്കേണ്ടതിന്, ഭൂമിയിൽ നിന്ന് എടുത്തു കളയേണ്ടതിന് ഒരസൂയയുടെ പുറത്ത്, എൻ്റെ ദൈവമേ, സാധാരണ കാണാത്ത പലതും ഞാൻ കാണുന്നു. 2-3 വെറ്റ ഞാൻ കാണുന്നു, ഒരു തുള്ളി രക്തം ഞാൻ കാണുന്നു. ഏതാണ്ടെല്ലാം കൂടെ വെച്ച് നടത്തിയ ഒരു ദുഷ്ടപൂജയുടെ ഫലമായി ഈ നെഞ്ചിൻ്റെ വലത്തെ സൈഡിലായി ഒരു 5 ഇഞ്ചോളം നീളത്തിൽ ഒരു ലൈൻ വരച്ചതുപോലെ കൂടെ എപ്പോഴുമല്ല വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കാണാം. ഒരു ദിവസം പെട്ടെന്ന് അത് ഇടത്തുവശത്തേക്ക് മാറും. അവിടം കൊണ്ട് തീരത്തക്കതുപോലെ ചെയ്തു വെച്ച ആ ദുഷ്കർമ്മത്തെ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു. ഞാനിത് ഭൂമിയിൽ അഴിച്ചതിനാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഓൺലൈനിലാണെങ്കിൽ ഞാനൊരു പ്രവാചകനല്ല. ദൈവം വല്ലപ്പോഴും തരുന്ന ചില ആലോചനകൾ വിളിച്ചു പറയുമെങ്കിലും ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നയാളാ, കർത്താവിനെ ശുശ്രൂഷിക്കുന്നയാളാ. പക്ഷെ ഞാൻ പ്രവചകനല്ല. അതുകൊണ്ടൊരു പക്ഷെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ നിങ്ങളതിനെ ഒന്ന് അയച്ചു തരുമെങ്കിൽ, നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരുമെങ്കിൽ സഭ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും. ഇതിനകത്തുള്ള ആളുകളാണെങ്കിൽ എഴുന്നേറ്റ് നിന്നു, ഇതിനകത്തിരിക്കുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിന്നു. റൈറ്റ് സൈഡിൽ ഏതാണ്ട് 6 ഇഞ്ചോളം നീളത്തിൽ, സ്തോത്രം, ആ സിസ്റ്റർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല, സമയം തികയത്തില്ല. സിസ്റ്റർ ദയവായിട്ട് വൈകിട്ട് ഒരു ഇച്ചിരി നേരത്തെ ഞാൻ പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഇരുന്നാട്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ ആഭിചാരത്തിൻ്റെ പിമ്പിൽ നിന്നുണ്ടായ ശാപക്കെട്ടിനെ I say break. ഞങ്ങൾ അതിനെ പൊട്ടിക്കുകയാണ്. ഞങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അങ്ങയ്ക്ക് നന്ദി കർത്താവേ, അങ്ങയ്ക്ക് നന്ദി. എന്നൊരു ദൈവകൃപ പകരണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു, സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. അവൻ കൊണ്ടു നടന്ന കുറേ ആയുധങ്ങളുണ്ടായിരുന്നു. ഇത് ഈ ലെവലിൽ പോയാൽ തീരുകയില്ല. വൈകിട്ടാട്ട് വെളിപ്പാടുകളിലേക്ക് മാറാനാ. അയോഗ്യമായ ജീവിതം നയിച്ച അവിവാഹിതരായ പെൺകുട്ടികൾ, വൈകിട്ട് ഓൺലൈൻ കാണത്തില്ല, അയോഗ്യമായ ജീവിതം നയിച്ച
അവിവാഹിതരായ പെൺകുട്ടികൾ നെഞ്ചിൽ ക്യാൻസർ അനുഭവിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അയോഗ്യനായ വ്യക്തി കൈവച്ചതും അവൻ്റെ കയ്യിൽ പുരട്ടിയിരുന്ന ചാരവും നിന്റെ ഓർമ്മയിൽ വരട്ടെ. ഈ രാത്രിയിൽ ഏറ്റുപറഞ്ഞു, ഈ പകൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്ക്. സ്വർഗത്തിലെ ദൈവം വിടുതൽ തരും. ഞാൻ ആഴമായ വെളിപ്പാടുകളിലേക്ക് ഇപ്പം പോകാൻ ഉദ്ദേശിക്കുന്നില്ല, വൈകിട്ട് പോക്കോളാം. അബ്രപ്റ്റായിട്ട് ഒത്തിരി വെളിപ്പാടുകൾ ദൈവാത്മാവ് എടുത്തു വരുന്നു. അബ്രപ്റ്റായിട്ട്. വൈകിട്ട് വരാൻ കഴിവുള്ളവർ വന്നാട്ടെ, ഓൺലൈനിൽ കാണത്തില്ല. യേശു പത്രോസിനോട് ആദ്യം പറഞ്ഞു, പിന്നെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പറഞ്ഞതെൻ്റെ യേശുവാ, എം.എ. വർഗീസിൻ്റെ വാചകങ്ങളല്ല, പറഞ്ഞതെൻ്റെ യേശുവാ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് യേശുവിനോട് ബന്ധമുള്ളവരോട് പറഞ്ഞതാ. ഇന്ന് പകല രക്തത്തിൽ ബന്ധിക്കപ്പെട്ടവരെ, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. യെരമ്യാവിനെ നോക്കി വെച്ച് പറഞ്ഞു, യെരമ്യാവേ, പൊളിക്കാനും പണിയാനും ഞാൻ നിന്നെ അധികാരപ്പെടുത്തുക. നീ വലിയവനായിട്ടല്ല, വലിയ വീട്ടിലെ ആളല്ല, നീ വലിയ പുള്ളിയല്ല, പക്ഷെ ഞാൻ നിന്നെ ഉയർത്താൻ പോകുകയാ, ഞാൻ നിന്നെ പോക്കാൻ പോകുകയാ. നീ പൊളിക്കാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തുകയാ, പണിയാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തുക. യോശുവയോട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കത്തില്ല. ഇന്ന് പകൽ പല ശക്തികളെ ഭയപ്പെടുന്നവർ രാത്രി കിടന്ന കിടത്തത്തില്ല. ഏതാണ്ടൊക്കെ ഉപദ്രവിക്കുന്ന ശക്തികൾ കാലെ പിടിച്ചു വലിക്കുന്നു, മുടിയെ പിടിച്ചു വലിക്കുന്നു, ശരീരമിട്ട് ഉരുട്ടുന്നു. വല്ലാത്ത ശക്തികൾ. അതിനേക്കാൾ കൂടുതലും ഉറങ്ങാൻ അനുവദിക്കാതെ ഇട്ട് ഉപദ്രവിക്കുന്ന ശക്തികൾ. ആൾരൂപങ്ങൾ കാണുന്നവരുണ്ട്, ആൾരൂപങ്ങൾ കാണുന്നില്ല പക്ഷെ അനുഭവിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. വികൃത ജീവികളെ കാണുന്നവരുണ്ട്, ശാരീരികമായി കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് എണ്ണത്തെ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഇനി ഒരിക്കലും അടുത്തു വരാതെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തൻ നിന്നോട് അടുത്തു വരാതെ വിട്ടുപോ. ഇല്ലീഗൽ സ്പിരിറ്റ്. ഇന്നലെ ഒരാളിനോട് പറഞ്ഞു, മെറൈൻ സ്പിരിറ്റ്സ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. മുമ്പേ പറഞ്ഞതിൽ പലതും മെറൈൻ സ്പിരിറ്റാണ്. എന്നോട് വ്യക്തമായി വന്ന് പറഞ്ഞതാണ് ഒരാൾ. ആരാ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ ആളിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മെറൈൻ സ്പിരിറ്റ്സ് ആണോ എന്നറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അയോഗ്യമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന സ്പിരിറ്റ്സ്. ഇന്ന് രാത്രിയിലൊന്ന് ഓർപ്പിച്ചാൽ നമുക്ക് എടുത്തു പ്രാർത്ഥിക്കാം. മെറൈൻ സ്പിരിറ്റ്സ്. ഇപ്പം ഞാനതിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിച്ചു മാറ്റുന്നു. മാറി നിൽക്കട്ടെ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനല്ല. പ്രസംഗത്തിൻ്റെ ഭോഷത്വം കൊണ്ട് ദൈവത്തിന് പലതും ചെയ്യാനുണ്ട്. പ്രസംഗത്തിൻ്റെ ഭോഷത്വം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് തിരിഹിതമായി. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ എന്ന് പറഞ്ഞ വാക്കുകളുടെ ഭോഷത്വം, വാക്കുകളുടെ ഭോഷത്വം. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ്. ഒരു ദിവസം 99 വയസ്സ് പ്രായമുള്ള അബ്രഹാമിൻ്റെ അടുക്കലാണ് ദൈവദൂതൻ വന്നേച്ച് പറഞ്ഞ, വരുന്നയാണ്ടിൽ ഈ നേരം സാറയ്ക്കൊരു മകൻ. ഞാനവിടെ കാണാൻ ഉണ്ടായിരുന്നേ പറഞ്ഞ, ഞാൻ കർത്താവേ, ഇത് വാക്കുകൊണ്ട് തീരുന്നതല്ല, സാറയ്ക്കൊരു സർജറി വേണം. സാറ ജന്മനാൽ വന്ധ്യയാ, അവൾക്ക് പുത്രോത്പാദനത്തിൻ്റെ ശക്തിയില്ല, അവൾക്കൊരു സർജറി വേണം. ഞാനവിടെ ഉണ്ടായിരുന്നേ പറഞ്ഞേനെ. കർത്താവേ, അബ്രഹാമിന് 99 വയസ്സായി, അദ്ദേഹത്തിന് പുത്രോത്പാദനത്തിന് അദ്ദേഹം നിർജീവനാണ്, അത് അദ്ദേഹത്തിന് തന്നെ അറിയാം. കുറഞ്ഞ പക്ഷം ഒരു ഇഞ്ചക്ഷൻ കൊട്. കർത്താവ് പറഞ്ഞു, വർഗീസേ, ഞാൻ വേല ചെയ്യുന്നത് ഇഞ്ചക്ഷൻ കൊണ്ടല്ല, ഞാൻ വേല ചെയ്യുന്നത് സർജറി കൊണ്ടല്ല. വാക്കിൻ്റെ ഭോഷത്വം. എൻ്റെ വാക്ക് ഭോഷത്വമെന്ന് നിനക്ക് തോന്നാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില വിടുതലുകൾ ഞാനിവിടെ കൽപ്പിക്കുകയോ. പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ
ചിലതിനെ രക്ഷിക്കുവാൻ. ഒരു ദിവസം ഏലീശ പ്രവാചകൻ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2:21 2 രാജാക്കന്മാർ 2:21 ഒരു ദിവസം ഏലീശ പ്രവാചകൻ യെരിഹോവിൽ നിന്ന് എരിഹോവിലേക്ക് വരികയാ. ഇങ്ങോട്ട് വന്നുടനെ നാട്ടുകാർ വന്നു വെച്ച് പറഞ്ഞു, യജമാനനെ, പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ ഇവിടെ സന്തതി വാഴുന്ന സ്ഥലമല്ല, തലമുറ നിലനിൽക്കത്തില്ല, ഇത് ഗർഭനാശമുള്ള നാടാ, ഗർഭനാശമുള്ള നാട്. അതിനകത്ത് പരിശുദ്ധാത്മാവ് പോകുന്ന ചില ആഴങ്ങളെ ഞാൻ തൊടട്ടെ. ഇത് ഗർഭനാശമുള്ള നാടാ, ഇതിനകത്ത് തലമുറ നന്നാകുകയില്ല, എത്ര പഠിച്ചാലും ഇവിടുത്തെ പിള്ളേര് പാസ്സാകത്തില്ല, എന്തെല്ലാം ചെയ്താലും ഇവിടെ തലമുറ വാഴത്തില്ല, ഇതിനകത്തുനിന്ന് ഒരുത്തിന് ശുഭം വരുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ? അദ്ദേഹം പറഞ്ഞു, കുറച്ച് ഉപ്പിഞ്ഞ് കൊണ്ടുപോവാ, നമ്മളും കുറച്ച് ഉപ്പെടുക്കാൻ പോവാ, ഇന്ന് ഉപ്പിന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പിഞ്ഞ് കൊണ്ടുപോവാ, ഉപ്പിന് പ്രാർത്ഥിക്കാൻ പോകുകയാ, കുറച്ച് ഉപ്പിഞ്ഞ് കൊണ്ടുവരാൻ അദ്ദേഹം പറഞ്ഞു. ഒരു പുതിയ തളികയ്ക്കകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആ പുതിയ തളികയിലേക്ക് ഇന്ന് പകൽ ചില പുതിയ തളികകളിലേക്ക് വചനമാകുന്ന ഉപ്പി കൂട്ടത്തിൽ കയറട്ടെ. ഞാൻ ചേട്ടാ പാസ്റ്റേ, എങ്ങനെയെങ്കിലും ഞാൻ ഈ ഉപ്പിന് പ്രാർത്ഥിക്കാൻ പോയി. ഏലീശ ഇതെടുത്ത് പ്രാർത്ഥിച്ചു. ഉപ്പ് അവരുടെ കൊടുത്തേച്ചു പറഞ്ഞു, ഈ ഉപ്പ് കൊണ്ടുവന്നിട്ട് നിങ്ങളിതൊരു ഉറവയ്ക്കകത്ത് കലക്കാൻ പറഞ്ഞു. ഉറവയ്ക്കകത്ത് കലക്കി ആ നാട് പഥ്യമായി മാറി. ഉപ്പ് കൊണ്ട് പ്രാർത്ഥിച്ച ഒരു ചരിത്രം ബൈബിളിലുണ്ട്. എൻ്റെ അപ്പന്മാർ കാണിച്ചതാ, എനിക്ക് കാണിക്കുന്നത് എന്നാ തകരാറ്? വേണ്ടെന്ന് പറയാൻ താങ്കളാരപ്പാ? എൻ്റെ അപ്പന്മാർ ചെയ്ത പണിയായത്, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്ത പണിയായത്. കുറച്ച് ഉപ്പിഞ്ഞ് കൊണ്ടുപോവാ, അതൊരു തളികയ്ക്കകത്തിട്ടിട്ട് പ്രാർത്ഥിച്ച് അവരുടെ തന്നെ കൊടുത്തു. ഉറവയ്ക്കകത്ത് കലക്ക്, നാട് പഥ്യമാകുവാൻ. ഒരു ദിവസം എൻ്റെ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, എണ്ണ തേച്ച് സൗഖ്യമാക്കാൻ ഞാൻ നിങ്ങളെ അയക്കുക. നിങ്ങൾ രോഗികളെ കണ്ടാൽ എണ്ണ വെച്ച് പ്രാർത്ഥിക്കണം, എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുവാൻ ഞാൻ നിങ്ങളെ അയക്കുക. എൻ്റെ യജമാനൻ ചെയ്ത ജോലി ഞാൻ എന്തുകൊണ്ട് ആവർത്തിച്ചുകൂടാ? ഇന്ന് പകൽ ഒരു വലിയ ദൈവിക വിടുതലിന് വേണ്ടിയും ഒരു മെറ്റീരിയലായ ഒരു അറ്റം നിങ്ങളുടെ കയ്യിൽ ലഭിക്കത്തക്ക വേണം. പലതും നമ്മൾ ആത്മക്കണ്ണുകൊണ്ട് മാത്രം കാണും, ചിലത് ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണും. അപ്പോസ്തലന്മാരെ, നിങ്ങളുടെ ഉത്തരീയങ്ങൾ കൊണ്ടുപോകുന്നവർ എന്തിനാ ഉത്തരീയം കൊണ്ടുപോയത്? ഒരു ചിന്തിച്ച പോരായിരുന്നോ? പോരയുടെ പൊട്ടം, നീ ആരാ ഇതിനകത്ത് പറയാൻ? പൂച്ചയ്ക്ക് എന്തിടെ പൊന്നൊരുക്കുന്നിടത്ത കാര്യം? ഞാനും എൻ്റെ ശിഷ്യന്മാരും തമ്മിൽ തീർത്തോളാം. എണ്ണ വെച്ച് പ്രാർത്ഥിയില്. പൂച്ചയ്ക്ക് എന്തേ പൊന്നൊരുക്കുന്നിടത്ത കാര്യം? ഞാനും എൻ്റെ ശിഷ്യന്മാരും കൂടെ തീർത്തോളാം. എണ്ണ പൂശി സൗഖ്യമാക്ക്. അപ്പോസ്തലന്മാരെ, നിങ്ങൾ എന്തിനാ ഉത്തരീയം കൊടുത്തയച്ചത്? സൗഖ്യമാക്കാൻ കൊടുത്തയക്കുക. നിനക്കെന്നാ നഷ്ടം? നിന്റെ ഒന്നും അല്ലല്ലോ, നീയുമായി ഇതിന് ബന്ധമുള്ള കാര്യമല്ലല്ലോ. ഇത് ആത്മീയന്റെ കാര്യമാടാ, ഇത് ആത്മീയന്റെ കാര്യമാ. ഒരു ദിവസം യേശുവിൻ്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്നു. പരിശുദ്ധാത്മാവിനോട് അത്ര ഇഷ്ടമുള്ള പുള്ളിയല്ല കേട്ടോ. മുമ്പേ പരിശുദ്ധാത്മാവിനോടുള്ള ദോഷം പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് തൊട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ സാധാരണ അവനെ സൗഖ്യമാക്കി വെച്ച് എൻ്റെ കൂടെ പോരണ്ട. യേശു പറയാറുള്ളത് അങ്ങനെ, എൻ്റെ കൂടെ പോരണ്ട, നീ നിൻ്റെ ഗ്രാമത്തിൽ തിരിച്ചു പോകണം. അവിടെ ചെന്ന് ഗ്രാമവാസികളോട് പറയണം ഞാൻ നിന്നെ സൗഖ്യമാക്കിയെന്ന്. അതായിരുന്നു യേശുവിൻ്റെ പാറ്റേൺ. പക്ഷെ ഒരു ദിവസം യേശു പോകുമ്പോൾ ഒരു കുരുടനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക വന്ന് വെച്ച് പറഞ്ഞു, ഇവനെ സൗഖ്യമാക്കണം, ഇവനത് അർഹിക്കുന്നു, ഇവൻ നമ്മുടെ പുറകെയാ, ഇവനെ സൗഖ്യമാക്കണം. യേശു അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ പാടാന്ന് പറഞ്ഞു. അവനെ വിളിച്ച് ഊരിൻ്റെ വെളിയിൽ കൊണ്ടുപോയി. ഊരിൻ്റെ വെളിയിൽ കൊണ്ടവനെ സൗഖ്യമാക്കി. എന്നെ കാര്യമെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ കുറ്റം പറഞ്ഞ ഊരിൽ നിന്ന് ഇവൻ വരുന്നേ. മോനെ, ഈ ഊര് ശപിക്കപ്പെട്ട് ഇതിനകത്ത് രക്ഷപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന സഭകൾക്കകത്ത് സൗഖ്യം നടക്കത്തില്ല. അവനെ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി. അവനെ തൊട്ടു സൗഖ്യമാകാൻ പറഞ്ഞു. അവൻ സൗഖ്യമായി. അവനോട് പറഞ്ഞു, ഊരിൽ തിരിച്ചു കയറിയേക്കരുത്, നിന്റെ ഊരിൽ തിരിച്ചു കയറരുത്, നിന്റെ സൗഖ്യം നഷ്ടപ്പെടും. കാര്യം ചെകുത്താൻ്റെ കോട്ടയാ. പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യുന്നതാ. ഇന്ന് പകൽക്കാലം ചിലർ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യത്തില്ല എന്ന തീരുമാനത്തോടെ ഈ എണ്ണയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോ. കർത്താവ് നിങ്ങൾ ചിലരെ സൗഖ്യമാക്കും, കർത്താവ് നിങ്ങൾ ചിലരെ തൊടും. ഇതൊക്കെ വലിയ ഡീപ്പ് മിസ്റ്ററീസാ. യേശു കുഷ്ഠരോഗിയോട് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിക്കുക, നീ സൗഖ്യമായി എന്ന് പറഞ്ഞു. പോന്ന വഴിക്ക് അവൻ സൗഖ്യമായി. 1-2 പേരല്ല, 10 എണ്ണം.
പോന്ന വഴി സൗഖ്യമായി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടനെ കണ്ടപ്പോൾ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണി പെരട്ടി. എന്തടി? രണ്ട് ആശയങ്ങൾ അതിനകത്തുണ്ട്. എന്തടി കാര്യം? മോനെ, 1 മിനിറ്റ് കൊണ്ട് സൗഖ്യമാകുന്നവരുണ്ട്, ഒരു വാക്കുകൊണ്ട് സൗഖ്യമാകുന്നവരുണ്ട്. നിനക്കൊരല്പസമയം സ്പർശനം ആവശ്യമാണ്, അതുകൊണ്ട് പെരട്ടിക്കൊണ്ട് പോ, സുഖമാകട്ടെ. പെരട്ടിക്കൊണ്ട് പോ, സുഖമാകട്ടെ. ഇന്ന് പകൽ പല ടൈപ്പുകളെ കർത്താവ് ഒരുമിച്ച് നേരിടുവാൻ ഇന്ന് പകൽ തന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ ഉപ്പ് ഞാൻ പഥ്യമാക്കിയിരിക്കുന്നു, ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കൂടെ മരണങ്ങൾ നടക്കുന്ന വീടുകൾ, പെട്ടെന്ന് ദൈവാത്മാവ് ഇട്ടുതരുന്നത് കൊണ്ടാണ് കൂടെ മരണങ്ങൾ നടക്കുന്ന വീടുകൾ, ഒരിക്കലും ഒരു സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ, ഇന്ന് പകൽ ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ വരെ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രവാചകനല്ലാത്തത് കൊണ്ട് ഈ വശത്തു നിന്നോ ആ വശത്തു നിന്നോ മേളിൽ നിന്നോ താഴെ നിന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ആശയങ്ങൾ മാത്രം ഞാൻ തൊടുകയാ. എന്നേക്കാൾ അധികം പ്രവചനത്തിൽ പ്രയോജനപ്പെടുന്ന നിങ്ങളാരെങ്കിലും പ്രവചനത്തിൻ്റെ വരമില്ലാത്തവൻ വീട്ടിൽ പോയി മിണ്ടാതിരി. ഇതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. അതുള്ളവർ ഇടപെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ കൂടെ വീട്ടിൽ മരണം നടക്കുന്നതും, അസ്വസ്ഥത കൊണ്ട് വീടിന് ഇരിക്കപ്രതിയില്ല, കിട്ടുന്ന പണം മുഴുവനും മരുന്നിന് ചെലവഴിക്കാനേ ഉള്ളൂ എന്ന് പറയുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ പുതിയ തീരുമാനങ്ങളോടെ സൗഖ്യമാകുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുക. പിതാവിനോട് വിശ്വസ്തത കാണിക്കുവാൻ, പുത്രനോട് വിശ്വസ്തത കാണിപ്പാൻ, പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തത കാണിപ്പാൻ, വചനമനുസരിപ്പാൻ, വചനത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങുവാൻ, ദൈവിക അധികാരങ്ങൾക്ക് കീഴടങ്ങുവാൻ, യോഗ്യമായി ദൈവത്തെ ആരാധിച്ചു പോകുവാൻ ഇന്ന് പകൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലുള്ള ചില ഭവനങ്ങൾക്ക് ഈ പകൽ വിടുതൽ പ്രഖ്യാപിക്കുന്നു. ഈ പകൽ ഞാൻ വിടുതൽ പ്രഖ്യാപിക്കുക. ആവർത്തന പുസ്തകം 7:15, യഹോവ സകല രോഗവും നിങ്കിൽ നിന്ന് അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രയീമ്യരുടെ ദുർവ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ രക്ഷിക്കാൻ പോകുകയാ. ഈ രോഗശാന്തി എന്നുള്ളതുണ്ടല്ലോ, കർത്താവ് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ വേണ്ടി സങ്കീർത്തനത്തിൽ നിരത്തി എഴുതി വച്ചിരിക്കുക. ശനിയാഴ്ച പാടണമെന്ന്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. ഇടയ്ക്കിടയ്ക്ക് ഇത് പാടണം. എന്തിനാ ഇത് സങ്കീർത്തനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്? ആഴ്ചതോറും പാടാനാ, ദിവസം തോറും പാടാനാ. ദൈവം ഓരോ പ്രവാചകന്മാരെ അയച്ചപ്പോഴും രോഗശാന്തിയെക്കുറിച്ച് ആവർത്തിച്ച് കൽപ്പിച്ചവരെ അയച്ചു, ജനത്തെ ഇത് ഓർമ്മിപ്പിക്കുക. പത്രോസേ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിൻ്റെലില്ലേ? ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഇല്ലേ? നമുക്ക് ചിലത് തുറന്നു കൊടുക്കാവുന്നേ. യെരമ്യാ 51:20 പറഞ്ഞു, നീ എൻ്റെ വെൺമഴുവാ. ബാക്കി നമുക്ക് വൈകിട്ടെടുക്കാം. ഇന്ന് ഞാൻ അങ്ങോട്ട് ഇനി പോകുന്നില്ല, കാര്യം ഒക്കത്തില്ല. ദൈവത്തിൻ്റെ പ്രതിനിധികളായി ഇവിടെ ഇരിക്കുന്നവർക്കായി സ്തോത്രം. യേശുവിൻ്റെ കാൽവറിയെ ഒന്ന് ഏറ്റുപറയാൻ പോവാം. എനിക്ക് തോന്നുന്നു അത് കോപ്പി ചെയ്ത് എടുത്തെന്ന് തോന്നുന്നു. സ്റ്റാൻലി ഒന്ന് മോനെ തരാമെങ്കിൽ നല്ലതായിരുന്നു. വിളിച്ചു പറയാൻ എനിക്കറിയാം, ഒരു തെറ്റുമില്ല. ഏതെങ്കിലും ഒരു വാക്കാർക്കെങ്കിലും തിരിയാതെ പോയെങ്കിൽ വേണ്ടാന്ന് കണ്ട സ്റ്റാൻഡ് ചെയ്ത് കോപ്പി ചെയ്ത് എടുത്തെന്ന് എന്നോട് പറഞ്ഞത്. പ്രൊജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അതല്ല, ഓക്കെ, വേർഡ് ബൈ വേർഡ് പറയാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. നമ്മുടെ ഈ ദൈവിക കൈമാറ്റത്തിൻ്റെ ഇടം കാൽവറിയ. ദൈവിക കൈമാറ്റത്തിൻ്റെ ഇടം. ഞാൻ വെളിയിൽ നിന്ന് എവിടുന്നെങ്കിലും വരുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ, ആ പണം ഇന്ത്യയിൽ ചിലവാകത്തില്ല അൺലെസ് എക്സ്ചേഞ്ചിൽ കൊണ്ടു കൊടുത്തത് മാറ്റിയെടുക്കണം. ഒരു എക്സ്ചേഞ്ചുകാരൻ്റെ കയ്യിൽ ഒന്ന് വാങ്ങി വേറൊന്ന് തിരിച്ചു തരാൻ ഉണ്ട്. എല്ലാ എക്സ്ചേഞ്ചിലും എല്ലാ നാണയവും കിട്ടത്തുമില്ല, എല്ലാ എക്സ്ചേഞ്ചിലും എല്ലാ നാണയവും കിട്ടത്തുമില്ല. എന്നാൽ ചില എക്സ്ചേഞ്ചുകളിൽ ചിലതുണ്ട്. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു വലിയ എക്സ്ചേഞ്ച് ഉണ്ട്. സകലതും മാറുന്ന എക്സ്ചേഞ്ച്. സകലതും മാറുന്ന, രോഗം, ദീനം, ദുഃഖം, വ്യാധി, ഇങ്ങനെയുള്ള സകലതും, നെഗറ്റീവായ സകലതും അവിടെ വാങ്ങിച്ചോളും. നെഗറ്റീവായ സകലതും അവിടെ വാങ്ങിച്ചോളും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നോട്ട് കയറിപ്പോയി. അബദ്ധത്തിന് പറ്റിയതാ. അങ്ങ് ചെറുതായിട്ട് കയറിപ്പോയി. ഞാനതും കൊണ്ട് ബാങ്കിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവരെന്നെ ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു വരയൊക്കെ വരച്ചൊരു കളം എടുത്ത് കാണിച്ചു. ഈ കഷ്ണം താഴെ വെക്കാൻ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ മേളിൽ വെച്ച് പറഞ്ഞു ഇത് മാറത്തില്ല. കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു പോളിസി ഉണ്ട്. ഒരു നോട്ട് കയ്യിൽ നിന്ന് കീറിപ്പോയാൽ ഏറ്റവും കുറഞ്ഞത് ഇന്ന വലിപ്പമുള്ള 1-2 കഷ്ണം അതിനകത്തുണ്ടെങ്കിൽ അത് മാറിത്തരും. അത് താഴെയാണെങ്കിൽ മാറത്തില്ല.
എൻ്റെ യേശുവിൻ്റെ കാൽവരിയുടെ പ്രത്യേകത റിജക്ഷൻ എന്നൊന്നില്ല. റിജക്ഷൻ എന്നൊന്നില്ല. ഐ റിപ്പീറ്റ്, റിജക്ഷൻ എന്നൊന്നില്ല. ഇന്ന് പകൽ സകലതും അംഗീകരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പണ്ടൊരിക്കൽ ഫിലിപ്പീൻസിലൂടെ പോയപ്പോൾ അവരുടെ 1-2 നോട്ട് എൻ്റെ കിട്ടി, ബില്ല്. എൻ്റെ എന്നാ പേര് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ടോ? ഫിലിപ്പീൻസിൻ്റെ എന്നാ പറയുന്നത്? ഫിലിപ്പീൻസിൻ്റെ കറൻസി ഓർക്കുന്നില്ല. അത് ഞാൻ നമ്മുടെ എക്സ്ചേഞ്ചിൽ കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞ് ഈ ഇന്ത്യയെ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഇന്ത്യയെ പറ്റുകയില്ല. ഇപ്പം ഞാനത് ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്, എവിടെ ഇരിപ്പുണ്ട്, ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതിനെ കൊള്ളത്തുള്ളത്, വേറെ ഒന്നിനും കൊള്ളുകയില്ല. ഇവിടെ ഇന്ത്യയിൽ ഇത് മാറത്തില്ല. ഞാൻ ഇനിയും ഫിലിപ്പീൻസിൽ പോകുന്നുമില്ല. ഓക്കെ, എൻ്റെ യേശുവിൻ്റെ കാൽവറിയിൽ എടുക്കാതെ റിജക്റ്റ് ചെയ്യുന്ന ഒന്നുമില്ല. ഇനി ഞാൻ ഈ ബ്ലഡ് ശോധന ചെയ്യുന്ന, രക്തം ശോധന ചെയ്യുന്ന ഈ ലബോറട്ടറിയെ തൊടാം. ചെറിയ രോഗത്തിൻ്റെ ആണെങ്കിൽ ഇഷ്ടം പോലെ ലബോറട്ടറികൾ നാട് മൊത്തമുണ്ട്, അതിൻ്റെയൊക്കെ ചെക്ക് ചെയ്ത് തരും. എനിക്ക് ക്യാൻസർ വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ഇതിന് ഫിഷ് 2 എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എടുക്കണം. ആ ടെസ്റ്റ് നടക്കണമെങ്കിൽ ബോംബെയിലേ ഉള്ളൂ, ബാംഗ്ലൂരിലില്ല. ഇവിടെ നടക്കത്തില്ല, ബോംബെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. ബോംബെയിൽ കിട്ടാത്ത ചിലത് ഇംഗ്ലണ്ടിൽ അയച്ചാണ് ടെസ്റ്റ് ചെയ്യിക്കുന്നത്. സകല ബ്ലഡും ശോധന ചെയ്ത് ആൻറ്റിഡോട്ട് കുത്തിവെക്കുന്ന ഇടമാണ് കാൽവറി. ഇന്ന് പകൽക്കാലം എന്തൊക്കെ സ്വഭാവദോഷങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിലും, ഇന്ന് പകൽ എന്തൊക്കെ വേണ്ടാധീനങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിലും, ആൻറ്റിഡോട്ട് കുത്തിവെക്കുന്ന, ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് യേശുവിൻ്റെ കാൽവറി. ലെറ്റ് us come to കാൽവറി. നമുക്ക് കാൽവറിയിലേക്കൊന്ന് അടുത്തു വരാം. സ്വർഗത്തിലെ ദൈവം യുഗങ്ങൾക്ക് വേണ്ടി, കോടാനുകോടികൾക്ക് വേണ്ടി, മാനവവർഗത്തിന് വേണ്ടി ഭൂമിയിൽ സ്ഥാപിച്ച ഒരേ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്, ഒരേ ടെസ്റ്റിംഗ് നടത്തുന്നതായ ആ ദൈവിക കാൽവറി. ഇന്ന് പകൽ കാൽവറിയിലേക്ക് അടുത്തു വരാം. യേശുവിൻ്റെ ക്രൂശിൻ്റെ പ്രധാന സാധ്യതകൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. 1, യേശു മരിച്ചു, അതുകൊണ്ട് എനിക്ക് നിത്യജീവൻ ലഭിച്ചു. ശ്രദ്ധിച്ച് കേട്ടോണേ, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഏറ്റുപറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കണം. യേശു മരിച്ചു, അതുകൊണ്ട് എനിക്ക് നിത്യജീവൻ ലഭിച്ചു. യേശു ശിക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ക്ഷമ ലഭിച്ചു. 3, യേശു അടിയേറ്റു, അതുകൊണ്ട് അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. 4, യേശു നിന്ദിതനായി, ആകയാൽ ഞാൻ മാനിക്കപ്പെട്ടു. 5, യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് നമ്മെ മക്കളാക്കി അംഗീകരിച്ചു. 6, യേശു താഴ്ച അനുഭവിച്ചു, അതുകൊണ്ട് നമുക്ക് ഉയർച്ച ലഭിച്ചു. 7, യേശു ദരിദ്രനായി, അതുകൊണ്ട് എന്നെ സമ്പന്നനാക്കി. 8, യേശു ശാപമായി, ആകയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിൻ്റെ കാൽവറി മരണത്താൽ ക്രിസ്തുവിൽ ഞാൻ ഒരു പുതു സൃഷ്ടിയാണ്, എന്നെ ഒരു പുതുമനുഷ്യനാക്കി മാറ്റി. 9, ക്രിസ്തുവിൽ ഞാനൊരു പുതു സൃഷ്ടിയാണ്. 10, ഞാൻ ദൈവഗ്രഹത്തിലെ അവകാശിയാണ്, എന്നെ അധികാരിയും അവകാശിയുമാക്കി മാറ്റി. ഈ 10 കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ വീണ്ടും വൈകിട്ട് യേശുവിൻ്റെ ക്രൂശിൻ്റെ സാധ്യതകൾ പ്രൊജക്റ്റ് ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ പവർ പോയിന്റിലാക്കി പ്രൊജക്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഏറ്റുപറയും, പ്രാർത്ഥിക്കും. വരാൻ ഒക്കുന്നവർ അത് ഓൺലൈനിൽ ഉള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥമായി ഏറ്റുപറയുവാൻ, കർത്താവേ ഞാനിത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പെശകുകൾ ഞാൻ ദൈവത്തോട് ഏറ്റുപറയുകയാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ എത്ര പേരുണ്ട്? അവർ ദൈവത്തോട് ഏറ്റുപറ. കൈയൊന്നും കാണിക്കണ്ട, അവർ ദൈവത്തോട് ഏറ്റുപറ ആത്മാർത്ഥമായി. ഇന്നു മുതൽ ഞാൻ എൻ്റെ ദോഷവഴികളെ വിട്ടുമാറുന്നു. ഇന്ന് വരെയുള്ളത് എനിക്കൊരു ആൻറ്റിഡോട്ട് തന്ന് കാൽവറിയിൽ എന്നെ അംഗീകരിക്കണം. അത് വിശ്വസിക്കുന്നവർ, അത് ഏറ്റുപറയാൻ തയ്യാറുള്ളവർ, എൻ്റെ പേഴ്സണൽ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം. ദൈവവചനത്തോട് മറുതലിച്ചത്, സ്നാനപ്പെടാതെ പോയത്, വേർപെടാതെ പോയത്, പരിശുദ്ധാത്മാവിനെ അതിക്രമിച്ചത്, എന്നോട് ക്ഷമിക്കണം. ഇനി മേലാൽ അതുണ്ടാകത്തില്ല. ഞാൻ ദൈവവചനപ്രകാരം ജീവിച്ചോളാമെന്ന് ഇന്ന് പകൽ ദൈവം മുമ്പിൽ ഒരു എടുത്തു പറഞ്ഞ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നു. ഇനി ഒരിക്കലും അതിന് പോകയില്ല എന്ന് ദൈവത്തോട് തീരുമാനിക്കുന്നവർ ഇന്ന് പകൽ തീരുമാനമെടുത്ത ശേഷം കാൽവറിയെ നമുക്ക് ഏറ്റുപറയാം. അതിനു മുമ്പ് നമ്മൾ യേശുവിൻ്റെ കാൽവറിയെ ഏറ്റുപറയാൻ പോകുകയാണ്. ഞാൻ പറയുന്ന വാചകങ്ങൾ എൻ്റെ പിന്നാലെ നിങ്ങൾ ഏറ്റുപറയണം. എത്രയും
ശബ്ദത്തിലാണ് പറയേണ്ടത്. അടുത്തിരിക്കുന്ന ആളിനോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ വേണം പറയാൻ. യേശു മരിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. യേശു മരിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. നെക്സ്റ്റ്, യേശു ശിക്ഷിക്കപ്പെട്ടു, എനിക്ക് ക്ഷമ ലഭിച്ചു. യേശു ശിക്ഷിക്കപ്പെട്ടു, കാൽവറിയിൽ ശിക്ഷിക്കപ്പെട്ടു, എനിക്ക് ക്ഷമ ലഭിച്ചു. കാൽവറി മുഖേന എന്നോട് ക്ഷമിച്ചു. യേശു അടിയേറ്റു, എനിക്ക് സൗഖ്യം ലഭിച്ചു. യേശു അടിയേറ്റു, അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. ഈ വാചകത്തോടുകൂടെ അനേക രോഗശക്തികളെ ഇവിടെ നിന്ന് ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ കാൽവറിയാൽ, യേശുവിന്റെ കാൽവറിയാൽ രോഗികൾ സൗഖ്യമാകാം. വിടുതലുകൾ മുനത്തി സഭേ അർവനാ റഗാജ സൈദേ. യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ രോഗശാന്തി കളിയാടുന്ന സംഭവം രക്തസ്രവക്കാരത്തെ സ്ത്രീ കണ്ടു. അവൾ കയറി തൊട്ടു. യേശുവിൽ നിന്ന് അന്ന് ശക്തി വ്യാപരിച്ചു. ഈ സ്റ്റേജിൽ നിന്ന് ഇന്നൊരു ശക്തി വ്യാപരിക്കുന്നു. ഒരു കൂട്ട വിടുതൽ നടക്കട്ടെ കർത്താവേ. 4, യേശു നിന്ദിതനായി, ഞാൻ മാനിക്കപ്പെട്ടു. അഭിമാനം നഷ്ടപ്പെട്ടു പോയ ചിലർക്ക് ഇന്ന് പകൽ ദൈവിക മാന്യത വ്യാപരിക്കാം. നാട്ടിൽ നടക്കാൻ പ്രയാസമായി, ഒളിച്ചോടണമെന്ന് താല്പര്യപ്പെട്ട ചിലത്, ഗുരാമൈ മന്ദാനിയ അർവനാഥകത്തെ സദാരിയാര, അഭിമാനം നഷ്ടമായി ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ചിലത്, യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ദൈവിക മാന്യത. അഞ്ച്, യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു, ഞങ്ങളെ മക്കളായി അംഗീകരിച്ചു. അതെ, നാം ദൈവമക്കളാണ്, ഞങ്ങളെ മക്കളായി അംഗീകരിച്ചു. യേശു താഴ്ച അനുഭവിച്ചു, എനിക്ക് ഉയർച്ച ലഭിച്ചു. യേശു ദരിദ്രനായി, ഞാൻ സമ്പന്നനായി. യേശു ശാപമായി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഞാനൊരു പുതുമനുഷ്യനാണ്. ക്രിസ്തുവിൽ ഞാനൊരു പുതു സൃഷ്ടിയാണ്. ഞാൻ ദൈവഗ്രഹത്തിലെ അവകാശിയാണ്. ദൈവകലത്തിലെ അംഗമാ. യേശുവിന്റെ നാമത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ഞാൻ ദൈവഗ്രഹത്തിൽ നടപ്പെട്ടു. ആകയാൽ ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. എന്റെ ഇല വാടുകയില്ല, എന്റെ ഫലം പൊഴിയുകയില്ല. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. എന്റെ ഇല വാടുകയില്ല. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവേ, തിരുനാമത്തിൽ ആശ്രയിച്ച് ശാപത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തില് ഇന്ന് രാവിലെ ഞാൻ ശാസിക്കുന്നു. I break it. I break it. I break it. അത് യേശുവിന്റെ രക്തത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ.